നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ AI കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ആരാണ് അശ്വതി അച്ചു? എന്താണ് അശ്വതി അച്ചു? അശ്വതി അച്ചു ബേസിക്കലി AI ഇൻഫ്ലുവൻസർ ആണ്, ഫേക്ക് ആണ്, റിയൽ അല്ല. ഫസ്റ്റ് ഒരു വിഷു ടൈമിൽ ഞങ്ങളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ലൈക്ക് അശ്വതി അച്ചു സാരി ഉടുത്ത് മുല്ലപ്പൂക്ക് ചൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് അത് സോ അതിലൂടെ അശ്വതി അച്ചു റിയൽ ആണെന്ന് വിചാരിച്ച് ഫോളോ ചെയ്ത കുറേ പേരുണ്ട്. ഡെയിലി ഒരു 6 months ഒക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അയച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. റിയൽ AI മോഡൽ മാത്രമല്ല, അതൊരു AI വീഡിയോ പ്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിംഗിൾ പേഴ്സൺ ആണെന്ന് വെക്കാം. ആൾക്കൊരു മന്ത്ലി അറൗണ്ട് ഒരു 40K to 1 lakh ഈസിലി ജനറേറ്റ് ചെയ്യാം. ഒറ്റക്കായിട്ട് ഒരാൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറ്റുമോ? അതൊരു ടീമിന് ആവശ്യമുണ്ടോ? ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണ ആ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതാനും അത്യാവശ്യം കോൺസെപ്റ്റ് ചെയ്യാനും പിന്നെ അതല്ലാതെ അത്യാവശ്യം നല്ല വിഷ്വൽസ് കണ്ടാൽ അത് തിരിച്ചറിയാനും അതിനെ സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം നന്നായി എഡിറ്റ് ചെയ്യാനും പറ്റും എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഹായ്, ഫ്ലിക്ലൂസീവിൻ്റെ സെക്കൻഡ് എപ്പിസോഡിക്ക് വെൽക്കം. ഇന്ന് നമ്മളൊപ്പം ഗസ്റ്റ് ആയിട്ട് വന്നുള്ളത് അശ്വതി അച്ചു. താങ്ക് യു. എന്താ പറയുക? സുഖം? സുഖം. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നു. അച്ചു വന്നത് തന്നെ എന്നെ കാണാൻ വേണ്ടിട്ട് തന്നെ. നിന്നെ കാണാനോ? അച്ചു പറ, ആരെ കാണാനോ വന്ന്? ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അൽത്താഫിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ അഫ്സൽ ഖാനെ കാണാൻ വന്നതാ. അഫ്സൽ ഖാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഫസ്റ്റ് തന്നെ. അൽത്താഫ് ഫേക്കാണ്. നമുക്കിവിടെ ഫേക്ക് ആൾക്കാർ ആവശ്യമില്ല, റിയൽ ആൾക്കാരാണ് ആവശ്യം. അതെ, പക്ഷേ ഞാൻ റിയൽ അല്ല, ഞാൻ ഫേക്കാ. അല്ല, അച്ചു ഏതച്ചു? അശ്വതി അച്ചു അത് ഞാൻ തന്നെ. താനാണോ? നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ AI കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. AI കണ്ടന്റ് ക്രിയേഷൻ്റെ ഫ്യൂച്ചർ എന്താണ്, പ്രസൻറ്റിൽ എങ്ങനെയാണുള്ളത്, നമുക്ക് ഇതിലൊക്കെ എന്തൊക്കെ പഠിക്കാൻ പറ്റും, എനിക്കും നിങ്ങൾക്കും ഇതിൽ പൈസ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ഇതിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള എപ്പിസോഡാണ്. അതിനായിട്ട് നമ്മോടൊപ്പം ഗസ്റ്റായിട്ട് വന്നുള്ളത് കാശിനാഥാണ്. കാശിനാഥ്, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സ്കിൽ ക്ലബ് ആൻഡ് ദ പേഴ്സൺ ബിഹൈൻഡ് അശ്വതി അച്ചു AI. സോ കാശിനാഥ്, നമ്മുടെ ഫ്ലിക്ലൂസീവ് എന്നുള്ളൊരു എപ്പിസോഡ് നമ്മുടെ ജനറലി നമ്മുടെ ഒരു ഓഡിയൻസ് വരുന്നത് യങ് കേരള ഓൺടർപ്രണേഴ്സ് ഹു ആക്ച്വലി വാണ്ട് ടു ബിൽഡ് സംതിങ്. കേരളത്തിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ. അവിടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ AI കണ്ടന്റ് ക്രിയേഷനിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ A to Z കാര്യങ്ങളാണ് നമ്മളിത് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റിലുള്ള ചോദ്യം, ആരാണ് അശ്വതി അച്ചു? എന്താണ് അശ്വതി അച്ചു? ടെൽ മീ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ അശ്വതി അച്ചു ബേസിക്കലി ഒരു AI ഇൻഫ്ലുവൻസർ ആണ്. AI ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ലൈക്ക് ഫേക്ക് ആണ്, റിയൽ അല്ല. ഓക്കെ, അശ്വതി അച്ചുവിൻ്റെ ഇമേജസ് നിങ്ങൾ കണ്ടിരിക്കാം. സോ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഫേസിൽ വിചാരിച്ചാണ് ലൈക്ക് നമുക്കൊരു ആക്ച്വൽ ഇൻഫ്ലുവൻസറിനെ കൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് പകരം ലൈക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് മുടക്കി ഒരു AI ഇൻഫ്ലുവൻസർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ലൈക്ക് അശ്വതി അച്ചുവിനെ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു പ്ലാനിലാണ്. സോ അതാണ് അശ്വതി അച്ചുവിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി. പിന്നെ ഇതല്ലാതെ ലൈക്ക് ഇതിന് ചെറിയ ഇൻസ്പിറേഷനൊക്കെ ഉണ്ടായിരുന്നു അശ്വതി അച്ചുവിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ സ്പെയിനിലെ ഒരു പിങ്ക് ഹെയർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറൊക്കെ നിങ്ങൾ ഐതാന ലോപ്പസ് ആണ് ലൈക്ക് വേൾഡിൽ തന്നെ ഫസ്റ്റ് AI മോഡൽ. യെസ്, വളരെ പോപ്പുലർ ആയ ഒരു AI ഇൻഫ്ലുവൻസർ ഐതാന ലോപ്പസ് ആണ്. ഓക്കെ. ആൻഡ് ഹൗ ബിഗ് ഈസ് ഇറ്റ്? ലൈക്ക് അശ്വതി അച്ചു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര വലുതാണത്? ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഫോളോവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഓൾ. എനിക്ക് തോന്നുന്നു ഐതാൻ ലോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 to 4 months തന്നെ അറൗണ്ട് ഒരു 3 lakh ഫോളോവേഴ്സ് ആയിരുന്നു. പിന്നെ വേൾഡ് വൈഡ് പോപ്പുലർ ആയിരുന്നു. വലിയ ചാനൽസ് ഒക്കെ കവർ ചെയ്തിരുന്നു. അപ്പോഴാണ് ലൈക്ക് AI കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു ബൂം സ്റ്റാർട്ട് ആവുന്നത് ആ ഒരു ഫേസിൽ നിന്നാണ്. ലൈക്ക് ഇതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സ്റ്റാർട്ട് ആവുന്ന ആ ഒരു ഫേസിൽ നിന്നാണ് ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. അശ്വതി അച്ചുവിൻ്റെ കേസിലോ എങ്ങനെയാണ്? എത്ര 3 months ഗ്യാപ്പിൽ എത്ര അച്ചീവ് ചെയ്യാൻ പറ്റി? നമുക്ക് 3 months ഗ്യാപ്പിൽ അറൗണ്ട് ഒരു 20K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. 20K followers is great thing. മെയിൻലി അശ്വതി അച്ചു ഇതാവുന്നത് പോപ്പുലറായി സ്റ്റാർട്ട് ആവുന്നത് ഒരു ഫസ്റ്റ് ഒരു വിഷു ടൈമിൽ ഞങ്ങളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ലൈക്ക് അശ്വതി അച്ചു സാരി ഉടുത്ത് മുല്ലപ്പൂക്ക് ചൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്ത് ഇവിടെ കേരളത്തിൽ മാത്രം ബൂസ്റ്റ് ചെയ്തിരുന്നു. സോ അതിലൂടെ അശ്വതി അച്ചു റിയൽ ആണെന്ന് വിചാരിച്ച് ഫോളോ ചെയ്ത കുറേ പേരുണ്ട്. പിന്നെ അതല്ലാതെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഫോളോവേഴ്സ് വന്നിരുന്നു. നോർത്ത് ഇന്ത്യ? അതെ. ലൈക്ക് ഡെയിലി ഒരു 6 months ഒക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അയച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. റിയൽ ഡെയിലി ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ? അതെ, ഒരു 6 months അടുപ്പിച്ച്. അതെ, എനിക്കത് ബോറടിക്കണത്. അപ്പോൾ നിങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ടോ അതിന്? ഇല്ല, റിപ്ലൈ ഒന്നുമില്ല. റിപ്ലൈ ഇല്ല. അശ്വതി അച്ചു എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓട്ടോമാറ്റിക്കായി ഓർമ്മ വരുന്നത് കരിക്ക്
കരിക്കത്തെ മെയിൻ വീഡിയോ ആണ്. അശ്വതി അച്ചു എന്നുള്ളൊരു പെണ്ണില്ല, അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതെ ചെയ്തു. അതാണ് ആക്ച്വലി ഫസ്റ്റ് വൈറൽ വീഡിയോ. ഓർഗാനിക്കായി വൈറൽ ലൈക്ക് റീച്ച് വരുന്ന വീഡിയോ അതാണ്. എത്ര അച്ചീവ് ചെയ്തായിരുന്നു? അതൊരു 3 monthsലാണ് 2 to 3 monthsലാണ് ഞങ്ങളത് പോസ്റ്റ് ചെയ്യുന്നത്. അത് പോസ്റ്റ് ചെയ്തിട്ട് ഒരു 2 daysനുള്ളിൽ ഒരു 5 million വ്യൂസ് വന്നിരുന്നു. അതിൽ നിന്നായിരുന്നു ഇനീഷ്യൽ ഒരു പുഷ് കിട്ടിയത്. എന്താണ് ഈ പേരിന്റെ ഇത് അശ്വതി അച്ചു എന്നുള്ള പേരിടാൻ കാരണം? എന്തുകൊണ്ട് ലൈക്ക് വേറൊരു പേരൊന്നും ഇട്ടില്ല? മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അശ്വതി അച്ചു എന്നൊരു പേരിട്ട് കഴിഞ്ഞാൽ അതൊരു ഫേക്ക് വുമൺ ആണെന്ന് ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നില്ല. കാരണം ഓൾറെഡി ഒരു പോപ്പ് കൾച്ചർ തിങ് ആണ്. അശ്വതി അച്ചു എന്നുള്ള പേര് ഒരു ഫേക്ക് അക്കൗണ്ട് വളരെ അസോസിയേറ്റഡ് ആണ്. അവിടെയാണ് ഈ ആൾക്കാർ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്നുള്ള മെസ്സേജ് അയച്ചിട്ട്. പക്ഷെ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ വലിയൊരു ബ്രാൻഡിന്റെ ഫൗണ്ടറൊക്കെ റിയൽ ആണെന്ന് വിചാരിച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ മൂവി ഡയറക്ടേഴ്സ് പോലും റിയൽ ആണെന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സിനിമ ഓഡിഷന് വേണ്ടിയിട്ടുള്ള. അത് കേരളത്തിനേക്കാൾ കൂടുതൽ വരുന്നത് തെലുങ്കിലായിരിക്കും. ലൈക്ക് ഹായ് അശ്വതി അച്ചു, ഐ ലൈക്ക് യുവർ പ്രൊഫൈൽ, ഐ എം എ തെലുങ്ക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ആകെ ഒരു 10-20 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ ആൾക്ക്. ഫേക്ക് ഡയറക്ടർ ആവും, ഇൻഫ്ലുവൻസർ ഡയറക്ടർ. ഓക്കെ, ഇപ്പോൾ അശ്വതി അച്ചു ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. നമുക്കിനി കാശി ആരാണ്, എന്താണ് ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണ്, കാശി എന്താണ് പഠിച്ചത്, ഇതൊക്കെ എല്ലാം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നമുക്ക്. ഓക്കെ സോ എനിക്കൊരു ടീനേജ് ടൈമിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം ലൈക്ക് യൂട്യൂബ് ചാനൽ എന്തായിരുന്നു? അത് ആക്ച്വലി ഒരു ഇംഗ്ലീഷ് മോട്ടിവേഷണൽ യൂട്യൂബ് ചാനലാണ്. കാശിനെ ഫേസ് ചെയ്തിട്ട് അങ്ങനെയാണ്? അല്ലല്ല, ലൈക്ക് അത് US-ലെ ഇംഗ്ലീഷ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഞങ്ങൾ ചാനൽ റൺ ചെയ്തിരുന്നത്. ഒറ്റക്കാണോ അതോ? അതെ, സ്റ്റാർട്ടിങ് ഒറ്റയ്ക്കായിരുന്നു. ഫസ്റ്റ് ഒരു 1 year ഒറ്റയ്ക്കായിരുന്നു. പിന്നെയാണ് ഒരു ടീമായിട്ട് സ്കെയിൽ. ഇത് ഏതാണ് ഏജ് ടൈം? ഇത് 16 ആണ്. 16. ഓക്കെ. സ്കൂളിൽ പഠിക്കുന്ന ടൈം? 10th പ്ലസ് ടു സ്റ്റാർട്ടിങ്. 2020. ഓക്കെ. ലൈക്ക് കോവിഡ് ടൈം ആണ്. ഓക്കെ. കോവിഡ് സ്റ്റാർട്ട് ചെയ്തൊരു 1 week. ഓക്കെ. അതെ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ 22. അപ്പോൾ അവിടുന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി, അതാണ് തുടക്കം. അതെ. എന്നിട്ട് അവിടുന്ന് എങ്ങനെയാണ്? അതിനുശേഷം ഒരു 2022 ആവുന്ന ടൈമിൽ ലൈക്ക് പ്രോഗ്രാമിങ്ങിനോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് വരുന്നത്, എയോട് വളരെ ഇൻട്രസ്റ്റ് വരുന്ന ആ ഒരു ടൈമിൽ ലൈക്ക് റീഡിംഗ് ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓക്കെ ഒരു ബുക്കിൻ്റെ ലൈഫ് 3.0 എന്നുള്ളതെല്ലാം അത് ഈ DALL-E 2 ഒക്കെ റിലീസ് ആവുന്നതിന് മുമ്പാണ്. DALL-E 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു നല്ലൊരു ട്രാക്ഷൻ കിട്ടുന്ന ഒരു ഇമേജ് ജനറേഷൻ മോഡലാണ്. എന്താ പേര്? DALL-E 2. ഈ ChatGPT-ക്ക് മുമ്പ് വന്നത്. ഇമേജ് ജനറേഷൻ. സോ ഇതാണ് ഒരു വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഒരു പോപ്പുലർ തിങ് ആവുന്നതിൻ്റെ ഒരു വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. സോ ആ ഒരു ടൈമിൽ ഇൻട്രസ്റ്റ് വന്നിട്ട് പിന്നെ അതല്ലാതെ പ്രോഗ്രാമിംഗ് പഠിച്ചു. പിന്നെ അതിൽ നിന്ന് ഈ ഒരു സ്റ്റാർട്ടപ്പ് അതിൻ്റെ ഒരു ജേണി ആയിരുന്നു. പക്ഷെ പഠിച്ചായിരുന്നു ഇവിടെ യൂസ്ഫുൾ ആയിട്ടില്ല. പ്ലസ് ടു എന്തായിരുന്നു? പ്ലസ് ടു കൊമേഴ്സ് ആണ്. അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിന് ഒരു AI ടെക്കിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ വരാൻ കാരണം? അത് മെയിൻലി വീഡിയോസ് എല്ലാം കണ്ട് പിന്നെ അതല്ലാതെ അങ്ങനെയുള്ള ഒരു ഇൻസ്പിറേഷൻ കാരണം? അതെ. കുറച്ച് ടെക് ഫൗണ്ടർ പേഴ്സണാലിറ്റീസ് ആയിട്ട് ലൈക്ക് അവരെല്ലാം കണ്ട് ഇൻസ്പയർഡ് ആയതാണ് മെയിൻലി. പിന്നെ അതല്ലാതെ ലൈക്ക് നമുക്കൊരു വേൾഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലായി. ആ യൂട്യൂബ് ചാനൽ പിന്നെ എന്തായി? യൂട്യൂബ് ചാനൽ ഞാൻ സെൽ ചെയ്തു. അതെ. ഫോർ ഹൗ മച്ച്? അല്ല, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ? അത് അറൗണ്ട് ഒരു 6 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. 6 lakh സബ്സ്ക്രൈബേഴ്സ്. അത് വിത്തിൻ ഒരു 4 years ആയിരുന്നു. 4 yearsനുള്ളിൽ. അപ്പോൾ അവിടെയാണ് കാശിദാനത്തിൻ്റെ തുടക്കം. യൂട്യൂബ് തുടങ്ങി, പിന്നെ അത് സെല് ചെയ്തു. ആ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്? സെൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പൊക്കെയാണ് ലൈക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഏത് സ്റ്റാർട്ടപ്പ് സെൽ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ്. ഓക്കെ. ഇതിലേക്ക് ലൈക്ക് ആരെങ്കിലും എന്തെങ്കിലും മോട്ടീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, എയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? എയിലേക്ക് എത്താനായിട്ട് ഈ പറഞ്ഞ പോലെ റീഡിങ് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. ഞാൻ യൂഷ്വലി റീഡ് ചെയ്യായിരുന്നു. ലൈക്ക് ഒരു 15 age തൊട്ട് റീഡ് ചെയ്യുന്നത്. ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും വായിച്ച ബുക്സ് ഒക്കെ ആയിരിക്കും റിച്ച് ഡാഡ് പുവർ ഡാഡ്, പിന്നെ അതല്ലാതെ ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇതൊക്കെ വായിച്ചിട്ടാണ് ലൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള എയിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നപ്പോൾ അതിലുള്ള ബുക്സും ലൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ലൈക്ക് എ തന്നെയായിരിക്കും ഫ്യൂച്ചർ. ബിക്കോസ് എ യൂസ് ചെയ്ത് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്നും ഒരുപാട് ലൈക്ക് സ്കെയിലബിൾ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നും മനസ്സിലാക്കുന്ന അപ്പോഴാണ്. ഫസ്റ്റ് ബിൽഡ് ചെയ്ത പ്രൊഡക്റ്റ് എന്താ എ വെച്ചിട്ട്? ലൈക്ക് ആക്ച്വലി ഞങ്ങൾ ലൈക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ടീം സെറ്റ് ആയില്ല. ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു. അന്ന് ടീമിൽ ആരൊക്കെ ഉള്ളത്? ടീമിൽ ഒരു കൂടുതലും പ്രോഗ്രാമേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടോട്ടൽ ഒരു 4 to 6 members ആയിരുന്നു ആ ഒരു ടൈമിൽ. ഫസ്റ്റ് ബിൽഡ് ചെയ്തത് ഫസ്റ്റ് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്ത് ആക്ച്വലി ഷെയർ മാർക്കറ്റിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഓക്കെ. അതൊരു പ്രഡിക്ഷൻ ആയിരുന്നു. പിന്നെ അത് എങ്ങനെയാണ് അത് അവിടുന്ന് അശ്വതി അച്ചുക്ക് എത്തുന്നത്?
അശ്വതി ആക്ച്വലി ഈ പറഞ്ഞതിന് തൊട്ട് മുമ്പായിട്ടാണ്. ഓക്കെ. യെസ്. ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് തുടങ്ങിയ ടൈമിൽ തന്നെ മാർക്കറ്റിംഗ് ടൂളായിട്ട് അശ്വതി അശുവിനെ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ. എന്നിട്ടാണ് ബാക്കി പ്രൊഡക്ട്സിനെ പറ്റി ചിന്തിക്കുന്നത്. പക്ഷെ അശ്വതി അശു ലൈക്ക് കയറി കത്തിയത് കൊണ്ട് ലൈക്ക് അത്യാവശ്യം വൈറലായി ആ ടൈമിൽ. അശ്വതി അശു നിങ്ങളുടെ ഇനീഷ്യൽ പ്രൊഡക്റ്റ് അങ്ങനെ പറയാം. അതെ യെസ് അങ്ങനെ പറയാം. ഓക്കെ ഓക്കെ. പക്ഷേ അശ്വതേശിന് ഒരു പ്രോഡക്റ്റ് ആയിട്ടല്ല ഞങ്ങൾ വിചാരിച്ചത്, ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ ആയിട്ടായിരുന്നു വിചാരിച്ചത്. പക്ഷേ അശ്വതേശ് ഒരു പ്രോഡക്റ്റ് ആയി മാറി. ലൈക്ക് റിലീസ് ആയിട്ട് അത്യാവശ്യം പോപ്പുലർ ആയപ്പോൾ ലൈക്ക് ബ്രാൻഡ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എൻക്വയറീസ് വന്നു തുടങ്ങി. അപ്പൊ തന്നെ കൊളാബ്സ് ഒക്കെ വന്നു തുടങ്ങി. അതെ ഒരു നല്ല ബ്രാൻഡിന്റെ കയ്യിൽ നിന്ന് കൊളാബ്സ് വന്നായിരുന്നു. പക്ഷെ ആ ടൈമിൽ ഞാൻ പ്രൈസ് ഹൈ പറഞ്ഞത് കൊണ്ട് അത് പോയി. അതെ. ഇത് +2 ഡിഗ്രി അതിലേക്ക് വല്ലതും പോയാ? ഇല്ല പോയിട്ടില്ല. +2 പിന്നെ ഡയറക്റ്റ് ആയിരുന്നു. ഡയറക്റ്റ്ലി മെഷീൻ ലേണിംഗ് പഠിച്ച് അതിനുശേഷം സ്റ്റാർട്ടപ്പ്. ഇത് ഏതാണ് ഇയർ? ഇപ്പൊ ഈ അശ്വതി തുടങ്ങിയ ഇയറും? അത് 2024. ഈ 2024 സ്കിൽ ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? അന്ന് സ്കിൽ ക്ലബ് എന്നായിരുന്നില്ല പേര്. സ്കിൽ ക്ലബ് എന്നായിരുന്നില്ല പേര്. തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നു പേര്? അന്ന് ആൽഫോറിയ എന്നായിരുന്നു. ആൽഫോറിയ. ഓക്കെ. പിന്നെ അവിടുന്ന് മറ്റേ ആൽഫോറിയ ചേഞ്ച് ആയത് 2022 അല്ല 2025 ചേഞ്ച് ചെയ്തത്. ലാസ്റ്റ് ഇയർ ആണ്. ഓക്കെ. എന്താണ് സ്കിൽ ക്ലബ്ബ്? എന്താണ് നിങ്ങൾ അവിടെ മെയിനായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണത്? നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1.5 years കഴിയുമ്പോഴാണ് ലൈക്ക് ഒരു കോഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. ലൈക്ക് വളരെ പോപ്പുലർ ആയി കഴിഞ്ഞപ്പോൾ ലൈക്ക് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് നമുക്കൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഒരു 2025 ടൈമിലാണ്. അപ്പോഴാണ് ലൈക്ക് സ്കിൽ ക്ലബ് ഫോം ആവുന്നത്. ഓക്കെ. കോഴ്സസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അതെ എയുടെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ കറന്റ് അറൌണ്ട് ഒരു 500 മെമ്പേഴ്സ് ആണ് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. ഓൾറെഡി റിലീസ് ചെയ്ത കോഴ്സിൽ. അതർ ദാൻ ലൈക്ക് കോഴ്സസ് വാട്ട് ഓൾ യു ഡു? കോഴ്സസ് അല്ലാതെ പിന്നെ സ്കിൽ ക്ലബിന് വരുന്നത് വീഡിയോ പ്രൊഡക്ഷൻ്റെ വേർട്ടിക്കലാണ്. സോ ബ്രാൻഡ്സിനും ഏജൻസീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഞാൻ നിങ്ങളുടെ വീഡിയോസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങളൊരു വില്ലൻസിന്റെ ഒരു മറ്റേ വീഡിയോ കണ്ടിരുന്നു, ലുലുവിന് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. ഓക്കെ. ട്രിവാൻഡ്രത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു 80 to 90% നമ്മളൊരു AI വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് AI ആണെന്ന്. പക്ഷേ ഫോട്ടോ കണ്ടാൽ നമുക്ക് അത്ര റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ 80 to 90% ടൈം നമുക്ക് ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇത് AI ആണ്. അങ്ങനെ ഇതിൽ AI എലമെൻറ്റ്സ് ഉണ്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇത് AI ആയിരുന്നോ ഞങ്ങൾ വിചാരിച്ചത് ഒറിജിനലാണ് എന്നുള്ളൊരു കമൻറ്റ് അങ്ങനെ ആരെന്തെങ്കിലും വന്നിട്ടുണ്ടോ നിങ്ങളുടെ വീഡിയോ ഉണ്ട്? യെസ് ഒരുപാട് വന്നിട്ടുണ്ട്. അത് മെയിൻലി സ്റ്റാർട്ടിങ് ടൈമിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയുടെ ഒരു ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ 2025 പകുതിയൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും ഒരുപാട് പേര് എയിലേക്ക് ലൈക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനും വീഡിയോ ജനറേറ്റ് ചെയ്യാനും തുടങ്ങി. ലൈക്ക് കോമൺ മാൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ല, കോമൺ മാൻ. സോ അവർക്ക് ഇങ്ങനെ മനസ്സിലായി തുടങ്ങി, ലൈക്ക് അവർ തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഒരു വീഡിയോ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും, ഒരു ഇമേജ് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും എന്ന്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ 2024 to 2025 ഹാഫ് ഒക്കെ വരെ ലൈക്ക് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ വിചാരിച്ചു തുടങ്ങും. ഇപ്പോൾ ഇമേജസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അശ്വതി റിയൽ ആണെന്ന് വിചാരിച്ച് മെസ്സേജ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അതെ. ബട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ലൈക്ക് ലൈക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് AI കാണുമ്പോൾ. ലൈക്ക് ഈവൺ ഇഫ് AI മോഡൽസ് ഇംപ്രൂവ് ആയിട്ടുണ്ടെങ്കിലും ആളുകളുടെ റെക്കഗ്നിഷൻ കൂടി ഇംപ്രൂവ് ആയിട്ടുണ്ട്, ഡിറ്റക്ഷൻ കൂടി ഇംപ്രൂവ് ആയിട്ടുണ്ട്. അത്രയും കണ്ടന്റ്സ് പുറത്തുള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഏതാണ് AI അല്ലാത്തുള്ളത്. അതെ. ഒരു പൊതുവേ നമ്മുടെ ഇൻസ്റ്റയിൽ കാണുന്ന ഒരു സംഭവമാണ്, ഇൻസ്റ്റയിൽ വരുന്നൊരു ഫീഡാണ്. 2018 2019 ഇങ്ങനെയായിരുന്നു AI, ഇപ്പോൾ 2025 ഇങ്ങനെയാണ് AI എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് വരുന്നൊരു വീഡിയോ വിൽ സ്മിത്ത് ഒരു നൂഡിൽസ് കഴിക്കുന്ന വീഡിയോ ആണ്. കാശിയുടെ അഭിപ്രായത്തിൽ എത്ര ടൈം എടുക്കുന്നുണ്ടാവും നമുക്ക് ഒരാൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റ് ഇനി അങ്ങോട്ട് ലൈക്ക് ഇത് കണ്ടത് AI ആണോ ഇതാണോ എന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ, അതിന് എത്ര ടൈം എടുക്കുന്നുണ്ടാവും? ആക്ച്വലി വേറൊരു തിങ് ഉള്ളത്, ഇപ്പോൾ നല്ല ചില AI ക്രിയേറ്റേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാവാത്ത വീഡിയോസ് എല്ലാം ഉണ്ട്. ലൈക്ക് കാരണം അവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതല്ലാതെ ഒരു റിയലിസ്റ്റിക് ഫൂട്ടേജും AI ഫൂട്ടേജും തമ്മിൽ അവർക്ക് കറക്റ്റായി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 4 ജനറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെ കുറച്ച് സീക്വൻസസ് ഓഫ് ഫൂട്ടേജ് യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ AI ആണെന്ന് അത്ര മനസ്സിലായെന്ന് വരില്ല. അതിപ്പോഴും ചെയ്യുന്നവരുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നതുകൊണ്ട് ലൈക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫൂട്ടേജോ ഇമേജോ ക്രിയേറ്റ് ചെയ്യാൻ നല്ല ടൈമും നല്ല പ്രോംപ്റ്റിംഗ് സ്കിൽസും എടുക്കുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ലൈക്ക് ഏതൊരു ഫീൽഡിലെയും പോലെ തന്നെ ഒരു ടോപ്പ് 1% ഇവിടെയും ഉണ്ട്. എത്ര ടൈം എടുക്കുന്നുണ്ടാവും ലൈക്ക് ഇപ്പോൾ ഒരു നല്ലൊരു AI കണ്ടന്റ് ഉണ്ടാക്കാൻ? ഒരു വീഡിയോ ആൻഡ് ഫോട്ടോ ടെൽ മി ബോത്ത്. ഇപ്പോൾ ഒരു ഫോട്ടോൻ്റെ കേസിലെല്ലാം ലൈക്ക് വളരെ ഈസിയാണ്. അറൗണ്ട് ഒരു
20 to 30 മിനിറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ അത്യാവശ്യം റിഫൈൻ ചെയ്ത് ഒരു മൾട്ടിപ്പിൾ ജനറേഷൻസ് ചെയ്ത് അതിൽ നിന്ന് പറഞ്ഞാൽ നല്ലത് സെലക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല മിനിറ്റ്സ് എടുക്കും. 20 to ലൈക്ക് ജനറേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു 1 മിനിറ്റ് മതി. പക്ഷേ നമുക്ക് കുറച്ചധികം നല്ല ട്രൈസ് പോയി പ്രോംപ്റ്റിലാണെങ്കിലും അതെ പെർഫെക്ഷൻ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഈ നേരത്തെ പറഞ്ഞ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാതിരിക്കുമോ. ലൈക്ക് ഇപ്പോൾ AI കോണ്ടന്റ് ക്രിയേഷനിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത്യാവശ്യം റിയലിസം ആണല്ലോ. റിയലിസം പോയി കഴിഞ്ഞാൽ ആൾക്കാർ AI സ്ലോപ്പ് എന്ന് വിളിക്കും. സോ അതുപോലൊരു ഇമേജ് ചെയ്യാനായിട്ട് ആ ഒരു ടൈം എടുക്കുന്നുണ്ട്. മനസ്സിലായി. നമുക്കിനി അറിയേണ്ടത് കാശി പറഞ്ഞായിരുന്നു ഇനി +2 കഴിഞ്ഞ് ഫുള്ള് ഇനി അങ്ങോട്ട് ഫുള്ള് ഈ ഒരു ഫീൽഡിലേക്കാണ് നോക്കണേന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇനിയിപ്പോൾ അതല്ല, ഇപ്പം എന്നെപ്പോലെ ഉള്ള ഒരാൾ ഒന്നറിയാൻ പാടാത്ത ഒരാൾ AI വരുമ്പോൾ ആൾക്ക് ഇതിലേക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് എത്ര ടൈം എടുക്കും എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഓക്കെ സോ ഇപ്പോൾ ആക്ച്വലി ലാസ്റ്റ് ഒരു 2025 ഈ 2026 നോക്കുകയാണെന്നുണ്ടെങ്കിൽ AI ക്രിയേറ്റേഴ്സിൻ്റെ അക്കൗണ്ട് വളരെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10x ആയിട്ടുണ്ട്. 10x അല്ല, അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവും ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ വളരെ ഈസിയാണ് ഇതിലേക്ക് കടക്കാനും പിന്നെ സ്റ്റാർട്ടിങ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറവാണ് ഇപ്പോൾ. ലൈക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ലൈക്ക് ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ അശ്വതേശുവിൻ്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു RTX 4070 ഞങ്ങൾ റെൻറ്റ് ചെയ്തിരുന്നു. അത് മന്ത്ലി ഒരു അറൗണ്ട് ഒരു 12,000 ആണ് റെൻറ്റ് കൊടുത്തിരുന്നത്. അതിൽ നിന്ന് ഡെയിലി ഒരു ഇമേജോ 2 ഇമേജോ ആണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്നത്. ഡെയിലി 2 ഇമേജ് അത്രേ പറ്റുള്ളൂ. കാരണം മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു 30-40 റിപ്പറ്റേഷൻ ചെയ്തിട്ടായിരിക്കും ഒരു നല്ല ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയിൽ കിട്ടുന്നത്. അങ്ങനെ ബട്ട് ഇപ്പോൾ ആക്ച്വലി വളരെ ഈസിയാണ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടർക്ക് പോലും തന്നെ വന്നിരുന്ന് പെട്ടെന്ന് ഒരു നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാം അധികം കോസ്റ്റ് ഇല്ലാതെ. കാശ്നാഥ് ഇതിൽ AI ഫസ്റ്റ് ഉണ്ടാക്കിയ എമൗണ്ട് ഏത് വഴിയായിരുന്നു? മെയിൻലി അത് പ്രൊഡക്ഷൻ ത്രൂ തന്നെ, പിന്നെ അതല്ലാതെ കൊളാബ് ത്രൂ ആണ്. ആക്ച്വലി കൊളാബ് ത്രൂ ആണ് ക്യാഷ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഹൗ മച്ച് ക്യാൻ വൺ എക്സ്പെക്ട്? ഇപ്പോൾ ഒരാൾ ഇതിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരാൾക്ക് എത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഒരു റേഞ്ച് പറഞ്ഞാൽ മതി. മറ്റേ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഒരു AI മോഡലുള്ള ഒരാൾ AI മോഡൽ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ഇതുകൊണ്ട് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഒരു റേഞ്ച് പറഞ്ഞാൽ മതി. ഒരു AI മോഡൽ മാത്രമല്ല, അതൊരു AI വീഡിയോ പ്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിംഗിൾ പേഴ്സൺ ആണെന്ന് വെച്ചാൽ ആൾക്കൊരു മന്ത്ലി അറൗണ്ട് ഒരു 40K to 1 lakh ഈസിലി ജനറേറ്റ് ചെയ്യാം. പിന്നെ അതല്ലാതെ ഒരു 3% 4% ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ 1x4 ചെയ്യാവുന്നതാണ്. കൊളാബ് കൊണ്ട് മാത്രം? കൊളാബ് അല്ല, ഇത് വീഡിയോ പ്രൊഡക്ഷൻ. അതെ. കൊളാബ് നമുക്ക് ഒന്നെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻക്ലൂഡ് എമൗണ്ട്. ഇതിന് ഡിഫറൻസ് എങ്ങനെ വരുന്നത്? കൊളാബ് അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത് വീഡിയോ പ്രൊഡക്ഷൻ ചെയ്തിട്ട്? അവർ മാത്രമായിരിക്കില്ല അപ്ലോഡ് ചെയ്യുന്നത്, ബ്രാൻഡ് മാത്രമായിരിക്കില്ല അപ്ലോഡ് ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യാതെ. ഓക്കെ. ആൻഡ് ഇതിൽ യൂട്യൂബിൽ തന്നെ റവന്യൂ ഉണ്ടോ? യൂട്യൂബിൽ വരുന്ന റവന്യൂ ആക്ച്വലി ഞങ്ങൾക്ക് ഒരു 2 to 3 months വന്നിരുന്നു. പിന്നെ അത് യൂട്യൂബിന്റെ ചില പോളിസീസ് കാരണം കോണ്ടന്റിന്റെ പോളിസി ഇഷ്യൂസ് കാരണം ഡിമോണിറ്റൈസ്ഡ് ആയി. ജനറേറ്റ് ചെയ്യുന്നവരുണ്ട്, സ്റ്റിൽ ജനറേറ്റ് ചെയ്യുന്നവരുണ്ട്. അത് ടാക്കിൾ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇപ്പോൾ യൂട്യൂബ് ഭയങ്കര ഒരു ഗുഡ് സോഴ്സ് ഓഫ് ഇൻകമാണ്. ഇപ്പോൾ ചായഫ്ലിക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ചായഫ്ലിക്ക് കസ്റ്റമർ മറ്റേ ക്ലയൻസിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ബോണസ് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് റവന്യൂ. അത് അവർക്കൊരു ബോണസായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഓഫ് AI ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് റിയലിസം പിടിച്ച് ഇമേജസും വീഡിയോസും ജനറേറ്റ് ചെയ്യുക. ദെൻ അതല്ലാതെ ലൈക്ക് ഒരു AI സ്ലോപ്പ് എന്ന് ആർക്കും വിളിക്കാൻ തോന്നരുത് കാണുന്നവർക്ക്. അതുപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, പിന്നെ അതല്ലാതെ കുറച്ച് അത്യാവശ്യം നല്ല യൂണീക്ക് കോണ്ടന്റ് കൂടി ആണെങ്കിൽ ആരും സിമിലർ അല്ലാതെ ഇപ്പോൾ മറ്റേ സ്ട്രോബെറീറ്റ ബനാനീറ്റോ ആ ടൈപ്പ് കോണ്ടന്റ് നമ്മുടെ ഫീൽഡിൽ വരാറുണ്ടല്ലോ. ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ലൈക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിന് പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്താണോ അതോ വേറെ ക്രിയേറ്റർ ചെയ്തതാണോ എന്നുള്ളത്. കാരണം ഓൾറെഡി വളരെ വൈഡ് സ്പ്രെഡ് ആണല്ലോ അതുപോലുള്ള കോണ്ടന്റ് എല്ലാം. അതിന് പകരം കുറച്ചുകൂടെ യുണീക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്, നമ്മൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യൂട്യൂബ് അത് മോണിറ്റൈസ് ചെയ്യും. അതെ, ഫ്യൂച്ചറിൽ അത് ഇതാവാൻ സാധ്യതയുണ്ട്, ഈസിലി മോണിറ്റൈസ് ആവാനുള്ള കുറേ സാധ്യതകളുണ്ട് അല്ലേ? യെസ്. ഓക്കെ. ടെൽ മീ അബൌട്ട് ദ ഫൗണ്ടേഴ്സ്. ആരൊക്കെയാണ് ഇതിൽ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളത്? നിങ്ങൾ ഒറ്റക്കാണോ അതോ വേറെ ആരൊക്കെയാണ് ഇതിൽ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളത്? സോ സ്റ്റാർട്ടിംഗ് ഫേസിൽ ആക്ച്വലി ഒരു കോ ഫൗണ്ടർ കൂടി ഉണ്ടായിരുന്നു. ബട്ട് അതെ, ഫ്രണ്ടാണ്. ബട്ട് അത് ഒരു ഹാഫ് വേയിൽ വെച്ച് നമുക്ക് പിരിയേണ്ടി വന്നു. അങ്ങനെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് വന്നു. ഓക്കെ. ഇത് അശ്വതി തുടങ്ങിയ ടൈമിൽ
അതെ, ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 1 year കഴിഞ്ഞിട്ട്. ഓക്കെ. തുടങ്ങിയിട്ട് ഒരു 1 year കഴിഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത്. മെയിൻലി തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ആൾ വന്നിരുന്നത്. ഓക്കെ. ബട്ട് നമുക്ക് ആ ഒരു ടീം അത്ര സെറ്റ് ആയില്ല, ലൈക്ക് നമുക്ക് അത്ര വിചാരിച്ച ഒരു ഔട്ട്പുട്ടോ പ്രൊഡക്ടിവിറ്റിയോ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാറ്റിയിട്ട് ഇവിടെ വർക്ക് ആവുന്ന അശ്വതി യേശുവിൻ്റെ മീഡിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു ആ ഒരു ടൈമിൽ. ഓക്കെ. ഓക്കെ. ഇപ്പോൾ കറന്റ് എത്ര ഫൗണ്ടേഴ്സ് ഉണ്ട് നിങ്ങൾ? കറന്റ് ഫൗണ്ടർ സിംഗിൾ ഫൗണ്ടർ തന്നെയാണ്. അപ്പോൾ കാശ്നാഥിൽ ഇതിൽ വരുന്ന വർക്ക് എന്തൊക്കെയാണ്? എനിക്ക് മെയിൻലി വരുന്നത് ലൈക്ക് മെയിൻലി ക്ലയൻ്റായിട്ട് ഡീൽ ചെയ്യുക, അതന്നല്ലാതെ വീഡിയോസിലെ ഒരു ഓവർവ്യൂ, ലൈക്ക് എങ്ങനെയാ മെയിൻലി ഒരു ഡയറക്ഷൻ എന്ന് പറയാം വീഡിയോസിൻ്റെ. ഓക്കെ. 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 ഇപ്പോൾ AI വീഡിയോസിൻ്റെ കേസിൽ വരുന്നത് ഫസ്റ്റ് ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് പിന്നെ അതല്ലാതെ വീഡിയോ ജനറേഷനാണ്. സോ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, ലൈക്ക് എസ്തെറ്റിക്സ് എങ്ങനെയായിരിക്കണം അതിൻ്റെ, പിന്നെ അതല്ലാതെ അതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് വേണം, അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷോർട്ട് ഡിവിഷൻ ചെയ്തിട്ട് വേണം പിന്നെ വീഡിയോ ജനറേഷനിലേക്ക് കടക്കുന്നത്. ആഫ്റ്റർ ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ. സോ ആ ഒരു പാർട്ടിലാണ് മെയിൻലി വർക്ക് വരുന്നത്. ഇതൊരു ബിസിനസ് ആക്കാം അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്യാന്നുള്ള ഒരു ഐഡിയ എപ്പോഴാണ് വന്നത്? ആക്ച്വലി ഇത് ബിസിനസ് ആക്കാന്നുള്ള ഐഡിയ വന്നത് ഞങ്ങളെ ക്ലയൻസ് കോൺടാക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. കൊളാബറേഷൻസ് വന്നു തുടങ്ങിയപ്പോൾ. നിലവിലപ്പോൾ എത്ര ക്ലയൻസ് ഉണ്ട്? അപ്പോൾ കറന്റ് നമ്മളൊരു 120+ ബ്രാൻഡ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കറന്റ് മന്ത്ലി നമ്മളൊരു ഔട്ട് പോകുന്നത് അറൗണ്ട് ഒരു 50 to 60+ വർക്ക്സ് ആണ്. നമ്മൾ നമ്പേഴ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു നേരത്തെ. അപ്പോൾ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യണ ഒരു ടൈമും നമ്പറും പറഞ്ഞിരുന്നു. ഒരു AI മോഡലിൽ ക്രിയേറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും, എന്താ ഒരു കോസ്റ്റ് വരുന്നത്? ഇപ്പോൾ ഒരു അശ്വതി അച്ചുവിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്ത് കോസ്റ്റ് വന്നു, എത്ര ടൈം എടുത്തു അശ്വതി അച്ചുവിനെ ഉണ്ടാക്കാൻ? അശ്വതി അച്ചുവിനെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് സിസ്റ്റം റെന്റ് ചെയ്യാൻ അങ്ങനെ കുറച്ചധികം കോസ്റ്റ് ആയിട്ടും പിന്നെ അല്ലാതെ എംപ്ലോയീസിന് സാലറി കൊടുത്തതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്യാവശ്യം വന്നിട്ടുണ്ട്. അറൗണ്ട് ഒരു 80,000 to 1 lakh കൂട്ടാം ഒരു AI മോഡലിന്. അപ്പോൾ അറൗണ്ട് 80 to 1 lakh ആ ഒരു ടൈം കോസ്റ്റ് വരും അന്ന്. ഇന്ന് കൂടുതലാണോ കുറവാണോ? ഇന്ന് വളരെ കുറവാണ്. വളരെ കുറവ്. ഇന്ന് ആക്ച്വലി എനിക്കൊരു ഫ്ലോ അക്കൗണ്ട് ഒരു തേർഡ് പാർട്ടി സെല്ലറിൻ്റെ ഒരു 2,000 rupees വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈസിലി ക്രിയേറ്റ് ചെയ്യാം. അശ്വതി അച്ചുവിനെ അങ്ങനെ ഈസിലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അന്ന് ആക്ച്വലി ചെയ്തത് ഞങ്ങളൊരു 2 weeksoളം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഐട്രേറ്റ് ചെയ്ത് അതെ അറൗണ്ട് ഒരു 20 to 25 ഇമേജസ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നാണ് സെലക്ട് ചെയ്തത് അശ്വതി അശ്വിനെ. എത്ര ടൈം എടുക്കും ഇന്ന്? ഇന്ന് വളരെ കുറവ് മതി. ലൈക്ക് ഒരു ഇതുപോലൊരു മോഡലിനെ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് യൂണീക്ക് ആയിട്ടുള്ളൊരു മോഡലിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു അറൗണ്ട് ഒരു 3 hours ഈസിലി സെറ്റ് ചെയ്യാം. 3 hours നമുക്ക് അങ്ങനെ ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും എന്താ നമ്മൾ ചെയ്യേണ്ടത്? മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇമേജ് ജനറേഷനാണ് വരുന്നത്. സോ അത്യാവശ്യം കുറച്ച് നല്ല റിയലിസം ഉള്ള ഒരു ഇമേജസ് ജനറേറ്റ് ചെയ്തിട്ട് അതിനെ വീഡിയോ ജനറേറ്റ് ചെയ്യുക. ഇമേജ് ജനറേറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ നാനോ ബനാന പ്രോ അല്ലെങ്കിൽ ChatGPTയുടെ പുതിയ മോഡൽ യൂസ് ചെയ്യാം, ഇമേജ് ജനറേഷൻ മോഡൽ യൂസ് ചെയ്യാം. ദെൻ വീഡിയോ ജനറേറ്റ് ചെയ്യാനാകുമ്പോൾ ക്ലിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ സീഡാൻസ് വന്നിട്ടുണ്ട്. സീഡാൻസ് അത്യാവശ്യം നല്ല റിയലിസം ഉണ്ട്. ലൈക്ക് വീഡിയോ ജനറേഷൻ മൂവ്മെന്റ്സ് എല്ലാം നല്ല റിയലിസ്റ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. സീഡാൻസ് 2.0. ഓക്കെ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു അശ്വതി അച്ചുവിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഒരു AI മോഡൽ അശ്വതി അച്ചു പോലത്തെ ഒരു AI മോഡലിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നാനോ ബനാനോ യൂസ് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാം. അതിൽ കുറേ ഇമേജ് ജനറേറ്റ് ചെയ്തതിന് ശേഷം നല്ല റിഫൈൻ ആയ ഒരു ഇമേജ് വെച്ചിട്ട് സീഡാൻസ് ക്ലിങ് ആണെങ്കിലും യൂസ് ചെയ്യാം. ക്ലിങ് ഓർ സീഡാൻസിൽ വെച്ചിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പ്രോംപ്റ്റ് നിങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്, അത് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേറെ ഇതുണ്ടോ? ആക്ച്വലി പ്രോംപ്റ്റ് നമ്മുടെ ഒരു ഐഡിയ വെച്ച് ഇപ്പോൾ ഇമേജ് ജനറേഷൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ChatGPT അല്ലെങ്കിൽ വേറെ ക്ലോഡ് പോലത്തെ ഒരു LLMൻ്റെ അടുത്ത് ചെന്ന് പറയാണ് ഐ വാണ്ട് ടു ക്രിയേറ്റ് എ ഇമേജ് ലൈക്ക് ദിസ് ആൻഡ് യു നീഡ് ടു ഗിവ് മി എ ഡീറ്റെയിൽ പ്രോംപ്റ്റ് ടു ജനറേറ്റ് ആൻ ഇമേജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രോംപ്റ്റ്സിലെ കീവേഡ്സ് കൂടെ ആഡ് ചെയ്യുക, ലൈക്ക് 4K റെസൊല്യൂഷൻ, അൾട്രാ റിയലിസം, പിന്നെ അതല്ലാതെ എസ്തെറ്റിക്കലി പ്ലീസിങ് ഇമേജ് എന്നെല്ലാം പറഞ്ഞ് ആഡ് ചെയ്യുക. സോ അതിന് ബേസ്ഡ് ആയിട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് നമുക്ക് കിട്ടും. ലൈക്ക് എന്തെങ്കിലും ഇതുണ്ടോ? ഇപ്പോൾ നാനോ ബനാനയിലാണ് നമ്മൾ മറ്റേ ഫോട്ടോ ഉണ്ടാക്കുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാനോ ബനാനയിൽ ഏറ്റവും ബെസ്റ്റ് പ്രോംപ്റ്റ് ഏതെന്നാവും കിട്ടുന്നുണ്ടാവുക? ആക്ച്വലി ബെസ്റ്റ് പ്രോംപ്റ്റിൽ ഇപ്പോൾ ഞാൻ ക്ലോഡ് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ. ക്ലോഡിൽ കുറച്ചുകൂടെ ലോജിക്കലി ആക്യുറേറ്റ് ആണ് ക്ലോഡ് തരുന്ന പ്രോംപ്റ്റ്സ്. ഓക്കെ. ബട്ട് ചില ടൈമിൽ ഈ പറഞ്ഞ പോലെ ക്ലോഡിന്റെ ആക്യുറസി കുറച്ച് കുറവായിട്ടും ഫീൽ ചെയ്യാറുണ്ട്. ക്ലോഡും ChatGPT മാറി യൂസ് ചെയ്താൽ അത്ര ഇഷ്യൂ ഇല്ല. അപ്പോൾ ക്ലോഡിന്ന് പ്രോംപ്റ്റ് ഉണ്ടാക്കി നാനോ ബനാനയിൽ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് പിന്നെ സീഡാൻസിൽ ഒരു ക്ലിഞ്ചിൽ ഇതിൽ വീഡിയോ ജനറേറ്റ് ചെയ്യുക. അതെ. ഓക്കെ. അപ്പോൾ ഇതിന് ഇനി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏത് ടൂളാണ് യൂസ് ചെയ്യുക? പിന്നെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തത് ജെമിനിയുടെ ഒരു വീഡിയോ ഗൂഗിൾ VO3 അതിലുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷേ
കണ്ടിന്യൂഷൻ ആയിട്ട് വീഡിയോ ഉണ്ടാക്കുമായിരുന്നു. മൂന്നാമത്തെ വീഡിയോ എത്തിയപ്പോൾ അത് വേറെ തന്നെ ആളായി. ഫസ്റ്റുള്ളത് ഒരു അഫ്സലാണെങ്കിൽ മൂന്നാമത്തെ അൽത്താഫായത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ഈ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ടൂളോ യൂസ് ചെയ്യുന്നുണ്ട്? അപ്പോൾ മെയിൻലി ഇതിലെ ഈ VO3 എന്നുള്ള ടൂൾസ് എല്ലാം ലൈക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ഫ്രെയിം ഉണ്ടല്ലോ, ഇപ്പോൾ അതിൽ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടാണല്ലോ അതിൽ നിന്ന് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് ലൈക്ക് വളരെ മൂവ്മെന്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വീഡിയോ ജനറേറ്റ് ആവുന്നത് കൊണ്ട് ഫേസ് മാറാനുള്ള ചാൻസസ് നല്ല കൂടുതലാണ്, വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്ലിങ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ മലയാളം ഓഡിയോ ജനറേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇല്ലല്ല, ഞാൻ ഓഡിയോ ജനറേറ്റ് ചെയ്യാൻ നോക്കിയിട്ടേ അല്ല. ഞാൻ ജസ്റ്റ് ഇയാൾ ഇവിടെ പോകണു. ഇല്ലല്ല, ഞാൻ നോക്കിയത് ലൈക്ക് ഇയാൾ ഇവിടെ നിന്ന് നടക്കണു, ഒരു കടയിൽ കയറണു, കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ച് പുറത്തിറങ്ങണു, ഒരു സ്കാൻ ചെയ്യണു, അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു. മൂന്നാമത്തെ സൈഡ് എത്തിയപ്പോൾ പുറത്തേക്ക് വരുന്ന ആൾക്ക് താടി വന്നു. അതാണ് എനിക്കിതിൽ വന്നൊരു പ്രശ്നം. ഇപ്പൊ ഇത് സീഡാൻസ് വെച്ച് ഈസിലി ഫിക്സ് ചെയ്യാവുന്നതാ. സീഡാൻസ് വെച്ച് നമ്മുടെ ഒരു ക്യാരക്ടർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് ഒരു ക്യാരക്ടർ ഷീറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു 4 ആംഗിൾസിൽ നിന്ന് നമ്മുടെ ഇമേജ് വെക്കുക, ലൈക്ക് ഫുൾ ബോഡി ഇമേജ് ജനറേറ്റ് ചെയ്യുക, ഫേസിന്റെ ഒരു ക്ലോസ് ഷോട്ട് ഒരു സിംഗിൾ ഇമേജിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. അതൊരു സെർട്ടൻ പ്രോംപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ ഷീറ്റ് ജനറേറ്റ് ചെയ്യാം. ദെൻ ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് സീഡാൻസിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നമുക്കൊരു 10 സെക്കൻഡ് ഇമേജ് വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുന്നത് വയ്ക്കാം. അപ്പോൾ 0 to 2 seconds വരെ ഇതായിരിക്കണം ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, ഇതായിരിക്കണം ബാക്ക്ഗ്രൗണ്ട് വരുന്നത്, ആൻഡ് എല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്യാം. ദെൻ 2 second to 4 second ഈ ക്യാരക്ടർ ഇപ്പോൾ നടന്ന് കടയിൽ കയറണം, ആൻഡ് കടയിൽ ഇപ്പോൾ കടയിലുള്ള ചേട്ടനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും സംസാരിക്കണം. ഇതിന്റെ ഒക്കെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണോ? ഇപ്പോൾ ഈ സിറ്റുവേഷൻസിന്റെ അതിന്റെ ആവശ്യം വരുന്നില്ല. സീഡാൻസിൽ അത് വരുന്നില്ല. അതാണ് സീഡാൻസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. എന്താ സീഡാൻസിൽ എന്താ കോസ്റ്റ് വരുന്നത് സബ്സ്ക്രിപ്ഷൻ? സീഡാൻസിന്റെ കോസ്റ്റ് ആണ് വളരെ ഏറ്റവും കോസ്റ്റ് വരുന്നത് സീഡാൻസിലാണ്. അതെ ലൈക്ക് ഇപ്പോൾ ഒരു 15 second വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് അറൗണ്ട് ഒരു 450 rupees ആണ് വരുന്നത്. ക്രെഡിറ്റ് സൈഡ്. യെസ്, 450 Indian rupees ആണ് വരുന്നത്. 450 Indian rupees. എത്ര ജനറേറ്റ് ചെയ്യാൻ? എത്ര 15 seconds ജനറേറ്റ് 450 rupees. അതെ. ഓക്കെ. ഒരു പ്രാവശ്യം ഒരു ക്ലയന്റിന് വേണ്ടി ഞാൻ ജനറേറ്റ് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി എടുത്ത് അറൗണ്ട് ഒരു 2 hours ഒരു 7,000 rupees സ്പെൻഡ് ആയത്. അതെ ഒരു സിംഗിൾ ക്ലിപ്പിന് വേണ്ടിയിട്ട് 15 seconds സിംഗിൾ ക്ലിപ്പിന് വേണ്ടി. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ ബ്രോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു, ലൈക്ക് പ്രോംപ്റ്റ് ചെയ്തിട്ട് ഇത് റെഡി ആവണില്ല, വീഡിയോ നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല. അങ്ങനെ ഒരു 7,000 10,000 നമ്മളൊരു ക്ലയന്റിന് വേണ്ടി ചെയ്ത് കൊടുത്തു. എന്നിട്ട് ക്ലയന്റ് പറയാണ് എനിക്കിത് ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ല, എനിക്കിത് വേണ്ടാന്ന്. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടാ? ആക്ച്വലി അതിൽ ഞാൻ ഫസ്റ്റത്തെ ക്ലിപ്പ് ജനറേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ക്ലയന്റിന് അയച്ചു. അപ്പോൾ ക്ലയന്റ് ആണ് ഇത് ഓക്കെ അല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചപ്പോഴാണ് ക്ലയന്റ് ഓക്കെ പറഞ്ഞ വരെ. അതെ അതാണ് സിറ്റുവേഷനിൽ ഉണ്ടായത്. അതാണ് കുറച്ചധികം ഇമ്പോർട്ടന്റ് വീഡിയോ ആയിരുന്നു. അതിലെ ലൈക്ക് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ചേഞ്ച് വേണ്ടി വന്നത്. ഇപ്പൊ ആക്ച്വലി നമുക്കൊരു കോമൺ മാന് കണ്ട ഇഷ്യൂ എന്ന് തോന്നേണ്ടതല്ല ആ ഒരു ഫസ്റ്റ് വീഡിയോ പോലും. ബട്ട് അതിലെ ചില മൈന്യൂട്ട് ഡീറ്റെയിൽസ് ക്ലയൻസിന് അത് ശരിയല്ലാത്തത് കൊണ്ട് നമുക്കത് മാറ്റി എടുത്ത് അങ്ങനെ വന്നതാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നില്ല. ക്ലയന്റ് തന്നിട്ടുണ്ടാവും ഒരു ബഡ്ജറ്റ് അറൌണ്ട് 10,000 ആവും ക്ലയന്റ് ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ ഇതേ ക്ലയന്റിനെ എടുത്ത് വിചാരിക്കും, ഒരു ക്ലയന്റ് ഒരു 10,000 ബഡ്ജറ്റ് വന്നു ഒരു കൊളാബിന് വേണ്ടിയിട്ട്. നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലയന്റിന്റെ ആവശ്യപ്രകാരം നമ്മളിതിങ്ങനെ റിഫൈൻ ചെയ്ത് ഒരു ബഡ്ജറ്റ് എക്സീഡ് ചെയ്യണ ഒരു സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സംടൈംസ് വന്നിട്ടുണ്ട്, ബട്ട് അധികം ഇപ്പോൾ അങ്ങനെ വരാറില്ല. ഇപ്പോൾ മിസ്റ്റേക്സ് എല്ലാം ലേൺ ചെയ്ത് കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അഫ്സലിന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് സിമ്പിളായിട്ട് എങ്ങനെ അശ്വതി അച്ഛനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ അഫ്സലിന് ഇപ്പോൾ അശ്വതി അച്ഛൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ലൈക്ക് അഫ്സലിനല്ല വേറെ ആരെങ്കിലും ഇതേ മുമ്പ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അശ്വതി അച്ഛൻ്റെ ഫേസും നെയിമും യൂസ് ചെയ്ത് ഒരുപാട് ക്രിയേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ബട്ട് ആക്ച്വലി അതൊന്നും വൈറലായിട്ടില്ല. മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഇൻഫ്ലുവൻസർ അക്കൗണ്ട് കൊണ്ടുപോകാനും അത് കുറച്ച് വൈറലാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ചധികം ഹാർഡാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു AI പേഴ്സൺ ആണ്, ഈസിലി ഇമേജ് ജനറേഷൻ വീഡിയോ ജനറേഷൻ ചെയ്ത് ഇറക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിലും ഒരു നമ്പർ ഓഫ് പീപ്പിളിൻ്റെ ഒരു നീഡ് വരുന്നുണ്ട്. അവിടെ കുറച്ച് ടീം മെമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം ലൈക്ക് ഐഡിയേഷൻ ചെയ്യാനും പിന്നെ അതല്ലാതെ നമുക്ക് അവിടെ ഇമേജ് ജനറേറ്റ് ചെയ്യാനും പല ആൾക്കാർ നീഡ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് അശ്വതേശ്വരൻ ഒരാൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയാലും അത് വർക്കൗട്ട് ആവണമെന്നില്ല. അങ്ങനെ വർക്കൗട്ട് ആവാതെ ഇട്ടിട്ട് പോയ ഒരുപാട് പേരുണ്ട്. അതുപോലെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ടീം തന്നെ വേണം. അതുകൊണ്ട് അത് അത്ര എളുപ്പമല്ല. കറന്റ് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര മോഡൽസ് ഉണ്ട്? അപ്പോൾ ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ടിങ് ടൈമിൽ അറൗണ്ട് ഒരു 5 to 6 മോഡൽസിനെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈവൻ മെയിൽ മോഡൽസ് പോലും ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇതുപോലെ പേരുണ്ടോ? അശ്വതി പോലത്തെ? അതെ ഇപ്പോൾ ഒരു ഫീമെയിൽ മോഡൽ ശ്രദ്ധ എന്നുള്ളൊരു ഫീമെയിൽ മോഡൽ. അതെ അതൊരു ബയോ ഒക്കെ എടുത്ത് നോക്കിയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് വിറ്റാകാനും ബാംഗ്ലൂർ ഗേൾ അങ്ങനെയൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ അത് അത്ര ട്രാക്ഷൻ വന്നില്ല. ലൈക്ക് അശ്വതേശ്വരി വന്ന പോലെ ഒരു ട്രാക്ഷൻ വന്നില്ല. പിന്നെ മെയിൽ മോഡലിന്റെ പേര് ഞാൻ മറന്നു, അത് പിന്നെ നോക്കിയിട്ടില്ല. മെയിൽ മോഡൽസ് നോക്കാൻ
അല്ല കാരണം എന്ന് വെച്ചാൽ വൈറാലിറ്റി കുറവാ. ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും മെയിൽ മോഡൽസിനെ ഫോളോ ചെയ്യില്ലല്ലോ. അതെ അതെ, അൽത്താഫ് ഫോളോ ചെയ്യാറുണ്ടോ? അല്ല വേറൊരു കാര്യം, ഇപ്പോൾ അറൗണ്ട് എത്ര മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞത്? സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു 5 to 6 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ പിന്നെ അശ്വതേശുവിന് ഒരു ട്രാക്ഷൻ വന്ന് തുടങ്ങിയപ്പോഴും പിന്നെ അതല്ലാതെ ഞങ്ങൾ നോക്കുമ്പോൾ കുറച്ചധികം മെമ്പേഴ്സിന്റെ നീഡ് ഉണ്ട്, ലൈക്ക് ഒരു സിംഗിൾ മോഡലിനെ പോലും മാനേജ് ചെയ്യാനായിട്ട്. സോ വേറെ ലൈക്ക് ട്രൈ ചെയ്തില്ല, കംപ്ലീറ്റ്ലി അശ്വതേശുവിൽ തന്നെ ഫോക്കസ് ചെയ്തു. ഇപ്പോൾ കറന്റ് അശ്വതേശ് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണ്? ഓക്കെ ഓക്കെ. എന്താണ് അശ്വതേച്ചിക്ക് മാത്രം ഇങ്ങനെ വ്യത്യാസമായിട്ട് തോന്നാൻ കാരണം? ലൈക്ക് ആൾക്കാർക്ക് എന്താവും വർക്കായി ഉണ്ടാവുക അശ്വതേച്ചിനോട് മാത്രം? കാരണം മറ്റേ മോഡൽസ് നിങ്ങൾ ഇറക്കിയിട്ടാണോ പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്തത്, അതോ മുമ്പേ തന്നെ ഡ്രോപ്പ് ചെയ്തോ? അങ്ങനെ ഇറക്കണ്ടെന്നുള്ള പ്ലാൻ വെച്ചോ? എല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്നു. അതിൽ പോയിട്ട് അശ്വതേശുമാണ് അത്യാവശ്യം ക്ലിക്ക് ആയത്. പിന്നെ ഞങ്ങൾക്കും തോന്നി, കാരണം ഈ ഒരു നെയിമിലും റിലീസ് ചെയ്യുന്ന ടൈമിൽ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ഒരു ഇനീഷ്യൽ ട്രാക്ഷൻ കിട്ടാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതല്ലാതെ ആ ഒരു വീഡിയോ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഒരു കരിക്കിലെ ഫസ്റ്റത്തെ ഒരു വൈറൽ വീഡിയോ അറൗണ്ട് ഒരു 5 million അടിച്ചത്, ആ വീഡിയോ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലൊരു കോണ്ടന്റ് നമുക്ക് വേറെ മോഡൽസിന് വേണ്ടി കിട്ടാൻ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അതുപോലെ ഒരു അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള പോപ്പ് കൾച്ചറിൽ നിൽക്കുന്ന ഒരു ഡയലോഗ് അങ്ങനെ കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. സോ അതും ഒരു ഫാക്ടറാണ് ഇതിൽ. നമുക്ക് വെച്ച് ഇനി ഒരു ഫുൾ ലെങ്ത് മൂവി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പോഴല്ലെങ്കിൽ ഫ്യൂച്ചറിൽ? അങ്ങനെ എപ്പോഴെങ്കിലും പറ്റുമോ നമുക്ക്? അതെ, ഇപ്പോഴും പോസിബിളാണ്. ഈ സീഡാൻസിന് ശേഷം ആക്ച്വലി വളരെ പോസിബിളാണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, ഏത് ടൂളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുക? അതിലിപ്പോൾ ഇമേജ് ജനറേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ChatGPTയുടെ ന്യൂ ഇമേജ് ജനറേഷൻ മോഡലോ അല്ലെങ്കിൽ നാനോ പ്രോയോ യൂസ് ചെയ്യാം. വീഡിയോ ജനറേഷൻ്റെ കേസിലാണെങ്കിൽ ക്ലിങ്ങോ അല്ലെങ്കിൽ സീഡാൻസോ യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് ഒരു തിങ്ങുള്ളത്, മലയാളം ഓഡിയോ ജനറേറ്റ് ആവില്ല, അതിൽ മെയിൻലി ഇംഗ്ലീഷ് ഓഡിയോ, ഹിന്ദി, അതുപോലെ കുറച്ച് പോപ്പുലർ ലാംഗ്വേജസ് ആണ് ജനറേറ്റ് ആവുന്നുള്ളത്. അങ്ങനെ മൂവീസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എങ്ങനത്തെ മൂവീസ് ക്രിയേറ്റ് ചെയ്യാനാവും കൂടുതൽ എളുപ്പം? ഇപ്പോൾ ഞാൻ കാശ്നാഥിൻ്റെ തന്നെ ഒരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്, അവതാർ പോലത്തെ, ബാഹുബലി പോലത്തെ മൂവീസ് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. എന്നാൽ പക്ഷെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് മൂവീസ്, കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തെ മൂവീസോ അങ്ങനത്തെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് എളുപ്പമായിരിക്കും എന്ന സെൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് കോസ്റ്റ് കട്ട് ചെയ്യാന്നാണോ ഉദ്ദേശിക്കുന്നത്, അതോ എങ്ങനത്തെ ടൈം ഡ്യൂറേഷൻ കുറക്കുന്നത്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? രണ്ടും ആക്ച്വലി. മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഇപ്പോൾ ഹോളിവുഡ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഹോളിവുഡിൽ റിലീസ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് മൂവീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ വെച്ച് ഈ മോഡൽസിനെ എല്ലാം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സീഡാൻസ് നോക്കുകയാണെങ്കിൽ അതൊരു ചൈനീസ് കമ്പനി, ബൈറ്റ് ഡാൻസിൻ്റെ മോഡലാണ്. ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്നത് ടിക്ടോക്ക് ഓൺ ചെയ്യുന്ന സെയിം കമ്പനിയാണ്. then അതല്ലാതെ മൾട്ടിപ്പിൾ മോഡൽസ്, ഇപ്പോൾ നാനോ പ്രോ അതെല്ലാം വരുന്നത് ഗൂഗിളിൻ്റെ ആണല്ലോ. അവരെല്ലാം മെയിൻലി ട്രെയിൻ ചെയ്യുന്നത് അമേരിക്കൻ ഡാറ്റ, പിന്നെ അതല്ലാതെ വേൾഡിൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള മലയാളം ഡാറ്റ ഒക്കെ വളരെ കുറവാണല്ലോ കമ്പയർഡ് ടു ഇംഗ്ലീഷ് ഡാറ്റ അല്ലെങ്കിൽ ഹിന്ദി ഡാറ്റ. മലയാളം ഡാറ്റ വളരെ കുറവാണ്. സോ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇപ്പം മലയാളം കൈൻഡ് ഓഫ് അല്ലെങ്കിൽ കേരള നേച്ചർ വരാനോ അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബട്ട് അതിന് പകരം ഇപ്പോൾ ഒരു അമേരിക്കൻ കൈൻഡ് ഓഫ് ഒരു പ്ലേസ് വരാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലുള്ള ഒരു പ്ലേസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോകില്ല, ഇപ്പോൾ മുംബൈ വരാനൊക്കെ വളരെ ഈസിയാണ് കമ്പയർഡ് ടു ഇപ്പോൾ കൊച്ചി വരുന്നത്. നമ്മളിപ്പോൾ അവതാർ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലൊരു ഇമോഷൻ പ്ലേ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവർക്കും. അതാണ് അവതാർ കണക്ട് ചെയ്യാൻ കാരണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ലൈക്ക് ഫുള്ളി മറ്റേ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉള്ളൊരു ഇമോഷൻ വരുന്നുണ്ട്. ലൈക്ക് അങ്ങനൊരു ഇമോഷൻ കണക്ട് ചെയ്തിട്ടുള്ളൊരു ആക്ച്വൽ മൂവി വരാൻ എത്ര ടൈം എടുക്കുന്നുണ്ടാവും? എനിക്ക് തോന്നുന്നത് ഒരു 1 yearനുള്ളിൽ മെയിൻലി ഒരു നല്ലൊരു മൂവി അങ്ങനെ ഇറങ്ങേണ്ടതാണ്. അതെ, ടൂൾസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പേസ് വെച്ച് അതുപോലെ വരേണ്ടതാണ്. പിന്നെ അതല്ലാതെ ഈ അടുത്തൊരു കുറച്ചധികം ഡയറക്ടേഴ്സ് ചേർന്ന് ഒരു 15 lakh സംതിങ് എമൗണ്ട് അതിന് സ്പെൻഡ് ചെയ്ത് സീഡാൻസ് മാത്രം യൂസ് ചെയ്ത് ഒരു മൂവി ചെയ്തിരുന്നു. അതെ അതെ, അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതെ അതെ. സോ ഇതുപോലെയെല്ലാം ഇപ്പോൾ ട്രയൽസ് നടക്കുന്നുണ്ട്. then അതല്ലാതെ ഒരു വൺ ഡേ മൂവി ഞാൻ കണ്ടതാണ്, മാർട്ടിൻ സ്കോർസേസി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് AI ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവിടെ ചെന്ന് ഫിലിം മേക്കിങ്ങിനെ പറ്റി പഠിപ്പിക്കുന്നത്. സോ അതൊക്കെ നോക്കുമ്പോൾ ലൈക്ക് വൈകാതെ തന്നെ വരും. വൈകാതെ തന്നെ ഒരു ലൈക്ക് ഫുൾ ലെങ്ത് ഒരു നല്ല AI മൂവി വരേണ്ടതാണ്. സ്റ്റാർസ് ഒക്കെ ജനിക്കുന്നതിനെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം? ഇപ്പോൾ അശ്വതി അച്ചുവിനെ കാസ്റ്റ് ചെയ്യാൻ രാജമൗലി വന്നു വിചാരിക്കും. രാജമൗലി ആവശ്യപ്പെടുകയാണ് മറ്റേ കാശ്നാഥിനോട്, അശ്വതി അച്ചുവിനെ നമുക്കൊരു മൂവിയിൽ ആവശ്യമുണ്ട്. ലൈക്ക് ഒരു ടൈം വന്നു, നമ്മൾ ഒരു വൈൽഡ് കേസ് സിനാരിയോ എടുക്കുകയാണ്, നമ്മൾ അശ്വതി മറ്റേ AI വെച്ചിട്ട് ഫുള്ളി ലെങ്ത് മൂവീസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അശ്വതി അച്ചുവിനെ കാസ്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ പല AI മോഡൽസിനെ കാസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ അതിൽ നിന്നൊരു സ്റ്റാർ ഉണ്ടാവുക. അതിനെ കുറിച്ചിട്ടൊക്കെ എന്താ അഭിപ്രായം? അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവാം, നല്ല ചാൻസസ് ഉണ്ട്. ബട്ട് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക്
കാണുമ്പോൾ തന്നെ അത് റിയൽ അല്ല എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു റിയൽ ഹ്യൂമൻ ബീങ് സ്റ്റാറിന് കിട്ടുന്ന, ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്ന കൈൻഡ് ഓഫ് ഒരു ഫെയിം ഇതിന് കിട്ടില്ല ഫോർ ഷുവർ. കാരണം നമ്മുടെ ബാക്ക് ഓഫ് അവർ മൈൻഡ് വി നോ ദാറ്റ്. നേരത്തെ 160 ബ്രാൻഡ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? 120+. അത് എന്നാലും അതിൽ അത്യാവശ്യം പോപ്പുലർ ആയുള്ള ബ്രാൻഡ്സ് ഏതൊക്കെയാണ്? ആ ബ്രാൻഡ്സിനൊക്കെ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്തപ്പോൾ അത് എങ്ങനെയാണ് അവർക്ക് ബ്രാൻഡ്സിന് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇതിലിപ്പോൾ ലുലു, ഓക്സിജൻ, മൈജി, പിന്നെ അതല്ലാതെ കീർത്തി നിർമ്മൽ, HP വേൾഡ്, വണ്ടർല, ഇതൊക്കെയാണ് കുറച്ച് നല്ല ബ്രാൻഡ്സ് വന്നിട്ടുള്ളത്. ഇതിലൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കീർത്തി നിർമ്മലിന് കഴിഞ്ഞ ഒരു ക്രിസ്മസിനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഓർഗാനിക് ആയിട്ടൊരു 1 ഡേക്കുള്ളിൽ വന്നത് അറൗണ്ട് ഒരു 2 മില്യൺ വ്യൂസ് ആണ്. 1.8 മില്യൺ വ്യൂസ് ആണ് വന്നത്. സോ അത് ഓർഗാനിക് ആണ്. ഒരുപാട് കമന്റ്സ് വന്നത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ നല്ല ആഡ് ലൈക്ക് വെച്ചിട്ടൊരു നല്ല ആഡ് കാണുന്നത്. യെസ് അതിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു പരസ്യം ചെയ്യേണ്ടത് അങ്ങനെ. അത് ആക്ച്വലി അതിന്റെ സ്റ്റോറി വരുന്നത് ഇപ്പോൾ സാന്റാക്ലോസ് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ് ക്രിസ്മസിന്. അപ്പോൾ അതിൽ സാന്റാക്ലോസിനാണെങ്കിൽ അപ്പോൾ കേരളത്തിലേക്ക് പോകാനും താല്പര്യമില്ല. അപ്പോൾ ഇവിടെയുള്ളവരെല്ലാം സാഡായിരിക്കുകയാണ് ഈ ഒരു വാർത്ത ന്യൂസിൽ കണ്ടിട്ട്. അപ്പോൾ മാവേലി വരാണ്, മാവേലി കീർത്തി നിർമ്മലിന്റെ റൈസ് വെച്ചിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ട് വരാണ്. എന്നിട്ട് ഈ കഞ്ഞി കുടിച്ചു കഴിയുമ്പോൾ സാന്റ ആക്ച്വലി വളരെ ഹാപ്പി ആവാണ്, എനർജറ്റിക് ആവാണ്. എന്നിട്ട് കേരളം വന്ന് കാണുന്നത്. അത് നല്ല വർക്ക് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോറി ആക്ച്വലി നിഖിലും ഉണ്ടായിരുന്നു. നിഖിലും ഞാനും ചേർന്നാണ് മെയിൻലി സ്റ്റോറീസ് ചെയ്യുന്നത്, ഷോർട്ട് ഡിവിഷൻ എല്ലാം ചെയ്യുന്നത്. അതെ, സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ടോ? അതെ യൂസ് ചെയ്യാറുണ്ട്. ഇനിഷ്യലി നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ് പിന്നെ അതിലേക്ക് പോകാറുള്ളത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഈ പറഞ്ഞ പോലെ കൈൻഡ് ഓഫ് ഒരു ഹോളിവുഡ് കൈൻഡ് ഓഫ് ഒരു ഐഡിയാസ് ഒക്കെ ആയിരിക്കും അവർ ആദ്യം ഔട്ട്പുട്ട് തരുന്നത്. അല്ലെങ്കിൽ വളരെ ജനറിക് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റീരിയോടൈപ്പിക്കൽ ഐഡിയാസ് ആയിരിക്കും തരുന്നത്. ഒരു കാര്യം അറിയാൻ പറ്റും. ഇപ്പം ഞാനൊരു ബ്രാൻഡായിട്ട് നമുക്കൊരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനാണ്. അപ്പോൾ ഒരു കൊളാബിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ടൈമായിരിക്കും നിങ്ങൾ എടുക്കുന്നത്? ഒരു ടൈം ലൈൻ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ആഡ് ചെയ്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ ടൈം ലൈൻ പറയുന്നത് എത്രയായിരിക്കും? മെയിൻലി ഒരു ആവറേജ് പ്രോജക്റ്റിനൊക്കെ ഒരു 1 to 5 days ആണ് പറയുന്നത്. 1 to 5 days അല്ല, ഒരു 4 to 5 days ആണ് പറയുന്നത് ജനറേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് വരാനായിട്ട്. അതെ യെസ് ഫൈനൽ വീഡിയോ ആവാനായിട്ട്. ഓക്കെ കമ്മിങ് ബാക്ക് ടു ദ ലൈക്ക് മൂവി പാർട്ട്, നിങ്ങൾ കാട്ടാളൻ മൂവിയിൽ മറ്റേ പ്രോമോ ചെയ്തിരുന്നു. ആൻഡ് ഹൗ ഇസ് ദാറ്റ്? ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് എനിക്കിന്ന് പഠിക്കാൻ പറ്റുക? എന്തൊക്കെയാണ് എനിക്ക് പഠിക്കാൻ പറ്റുക? എങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ പറ്റുക? മെയിൻലി ഈ പറയുന്ന പോലെ AI ടൂൾസ് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. ഈ പറഞ്ഞ നല്ല AI വീഡിയോസിൻ്റെയും ബാഡ് AI വീഡിയോസിൻ്റെയും ഡിഫറൻസ് വരുന്നത് അതിൻ്റെ ക്രിയേറ്ററിൻ്റെ ടേസ്റ്റാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് ലൈക്ക് ഉറപ്പ് വരുത്തണം. ലൈക്ക് നമ്മൾ അത്യാവശ്യം നല്ല മൂവീസ് എല്ലാം കണ്ട്, നല്ല ഡയറക്ടേഴ്സിൻ്റെ മൂവീസ് എല്ലാം കണ്ട്, പിന്നെ അതല്ലാതെ ഇപ്പോൾ ഡയലോഗ്സിൻ്റെ കേസിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഈ മാക്സിമം ക്രിഞ്ച് ഡയലോഗ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം ആൾക്കാർക്ക് വർക്ക് ആവുന്ന ഡയലോഗ്സ് ചൂസ് ചെയ്യാം. സോ ഈ ഒരു ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ക്രിയേറ്റർ ആവാൻ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നൊരു തിങ് വേണ്ടത് ലൈക്ക് ടെക്നിക്കൽ സ്കിൽസ് ആണ്, പ്രോംപ്റ്റിംഗ് സ്കിൽസ് ആണ് വേണ്ടത്. ഇമേജ് ജനറേഷനും ദെൻ വീഡിയോ ജനറേഷനും. അതിന് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്ന രീതിയുടെ ഡിഫറൻസസും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജസിൻ്റെ ഡിഫറൻസസും ആണ് അതിൽ കാണുന്നത് ഫൈനൽ വീഡിയോയിൽ. സോ മെയിൻലി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു AI ക്രിയേറ്റർ ആവാം. സ്കിൽ ക്ലബ്ബിൽ ഇതിനായിട്ട് ലൈക്ക് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ എനിക്കിപ്പോൾ മൂവി ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പല ഇൻഡസ്ട്രിയിലായിട്ട് എനിക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കണം, കുറേ കാര്യങ്ങൾ ബിൽഡ് ചെയ്യണം. അതിന് സ്കിൽ ക്ലബ്ബിൽ ലൈക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കോഴ്സസ് ഉണ്ടോ? യെസ് ഇപ്പോൾ സ്കിൽ ക്ലബ്ബിൽ ഈ ഒരു മന്തിൽ ജൂണിൽ ഞങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ് ലൈക്ക് AI ഫിലിം മേക്കിംഗ്, ലൈക്ക് സിനിമാറ്റിക് ഫിലിം മേക്കിംഗ്. അതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് ബെറ്റർ ടൂൾസ് ആണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളതെന്നും, പിന്നെ അതല്ലാതെ അതിന് ഞങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റിംഗ് ടെക്നിക്സ് എന്താണെന്നും, അല്ലാതെ ഇൻഡസ്ട്രി എക്സ്പേർട്സ് യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റിംഗ് ടെക്നിക്സ് എന്താണെന്നും കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഇംഗ്ലീഷിലായിരിക്കും ആ കോഴ്സ് ഉള്ളത്. ഓക്കെ ഞാൻ ബ്രോയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ ബ്രോ അതിൽ പറയണ്ടായിരുന്നു എല്ലാ ബ്രാൻഡ്സിനും ഒരു AI മോഡൽ വേണം. എന്തുകൊണ്ട് ബ്രാൻഡ്സ് അത് ചെയ്യണില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് ലൈക്ക് അങ്ങനെ ബ്രോക്ക് തോന്നിയത്? എന്തുകൊണ്ടാണ് ബ്രാൻഡ്സിന് ഒരു AI മോഡൽ വേണമെന്ന് ബ്രോ വിചാരിക്കുന്നത്? മെയിൻലി തിങ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് AI വളരെ പോപ്പുലറായി നിൽക്കുന്നൊരു ടൈമാണിത്. AI വെച്ച് എന്ത് ചെയ്താലും നമുക്കൊരു ന്യൂസ് ആർട്ടിക്കിൾ വരാൻ പറ്റിയ
ലൈക്ക് ഒരു ന്യൂസ് കവറേജ് വരുന്നുണ്ട്, അത്യാവശ്യം വൈറാലിറ്റി ഉള്ള ഒരു തിങ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ സോ ലൈക്ക് ബ്രാൻഡിന് ആക്ച്വലി വേണ്ടത് ഐബോൾസ് ആണ്. ഈ ഐബോൾസ് കിട്ടാനായിട്ട് അവർ ചെയ്യേണ്ടത് സംതിങ് ന്യൂ ആയിട്ട് മറ്റ് ബ്രാൻഡ്സ് ചെയ്യാത്തത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. സോ അധികം ബ്രാൻഡ്സ് ഇപ്പോൾ ഒരു AI മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ ഒരു AI മോഡലിനെ ക്രിയേറ്റ് ചെയ്ത് അത് കുറച്ച് മാർക്കറ്റ് ചെയ്യുകയാണ്, അത് കുറച്ച് പോപ്പുലർ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രാൻഡിന്റെ ഒരു നല്ല അസറ്റാണ്. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, റോയൽ ഡ്രൈവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. റോയൽ ഡ്രൈവ്, റോയൽ ഡ്രൈവിന്റെ ഒരു AI മോഡൽ ഉണ്ട്, റോയ എന്ന് പറഞ്ഞു. അവരെ തന്നെ ഒരു AI മോഡലാണ്. ഓക്കെ ഓക്കെ. സോ റോയനെ യൂസ് ചെയ്ത് അവര് ലൈക്ക് ഇപ്പോൾ ഒരു ലൈക്ക് ന്യൂ യൂസ്ഡ് കാറിൽ ഒരു യൂസ്ഡ് കാർ അവരുടെ ഷോറൂമിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി വീഡിയോസും കാര്യങ്ങളെല്ലാം ഈ റോയ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അതെ, അവരാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് AI യൂസ് ചെയ്ത് ഒരു AI മോഡൽ യൂസ് ചെയ്ത് വളരെ ബെറ്റർ ആയിട്ട് കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി. ഓക്കെ ഓക്കെ. ലൈക്ക് എനിക്കിതിൽ ഒരു കോൺട്രഡിക്ഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പീപ്പിൾക്ക് കൺവിൻസ് ചെയ്യേണ്ടത് ഈ ബ്രാൻഡിന് ട്രസ്റ്റ് ഉണ്ട് എന്നുള്ള. അപ്പോൾ നമ്മൾ അതുകൊണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ലൈക്ക് ബ്രാൻഡ്സ് വലിയ വലിയ സ്റ്റാർസിനെ അപ്രോച്ച് ചെയ്യണു. കാരണം സ്റ്റാർസ് ഇത് പറയുമ്പോൾ അവർക്ക് കൂടുതൽ ട്രസ്റ്റബിൾ ഉണ്ടാവും. പീപ്പിൾ ഒരാൾ പറയുമ്പോൾ ഇത് ട്രസ്റ്റ് ഉണ്ടാവും. ഇവിടെ AI വന്ന AI ഫുൾ ഫോം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അവിടെ ഓൾറെഡി ആർട്ടിഫിഷ്യൽ എന്നുള്ളൊരു പേര് വരികയാണ്. അപ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാവുമോ? കാരണം ഒരു AI വന്നിട്ട് പറയുകയാണ് ഇപ്പോൾ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇത് ഒറിജിനലാണോ, ഇത് ലെജിറ്റ് ബിസിനസ് ആണോ, എന്തുകൊണ്ട് നമ്മൾ ഇവരെ ചൂസ് ചെയ്യണം? ഇവർ ആക്ച്വലി ഒരു നല്ല ഇവിടെ ഒരു സ്റ്റാറിനെ വെച്ച് ചെയ്യണു, ഇവിടെ ഒരു AI മോഡൽ വെച്ച് ചെയ്യണു. അവിടെ എന്താണ് പറയാനുള്ളത് ആ ഒരു കോൺട്രഡിക്ഷൻ പറയുമ്പോൾ? മെയിൻലി നമ്മൾ AI യൂസ് ചെയ്ത് സത്യം പറയാൻ നോക്കുക, അല്ലാതെ ബ്രാൻഡ്സിന് ഇപ്പോൾ തോന്നിയ പോലെ എൻ്റെ പ്രോഡക്റ്റ് ആണ് മാർക്കറ്റിലെ ബെസ്റ്റ് അതെല്ലാവരും പറയുന്നതാണ്. ബട്ട് ഓഡിയൻസിനെ കണക്ട് ആക്കാനായിട്ട് AI യൂസ് ചെയ്തിട്ടാണെങ്കിലും പറ്റും. ഓഡിയൻസിന് അത് പറയുന്ന കാര്യം അത്യാവശ്യം ട്രൂ ആണെന്ന് ലെജിറ്റ് ആണെന്ന് തോന്നാണെന്നുണ്ടെങ്കിൽ AI ആണെങ്കിലും വർക്കാവും. ഒരു മെയിൻ എക്സാമ്പിളാണ് അശ്വതി വെച്ചു. ഇപ്പം ഞങ്ങളിപ്പോലും കോൺടാക്ട് ചെയ്യുന്ന ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ബാക്കി ആക്ച്വൽ ഹ്യൂമൻ ബീങ്സിന് ക്രോസ് കൊടുക്കുന്ന അത്യാവശ്യം നല്ലൊരു റെമ്യൂണറേഷൻ കൊടുക്കുന്ന ബ്രാൻഡ്സ് ആണ് ഇവിടെ ഒരു AI ഇൻഫ്ലുവൻസറെ കോൺടാക്ട് ചെയ്യുന്നത്. സോ അതുപോലുള്ള ബ്രാൻഡ്സ് ഇതിൽ കുറച്ച് പൊട്ടൻഷ്യലി കണ്ടിട്ടുണ്ടല്ലോ. സോ വർക്കൗട്ട് ആവും. നമ്മൾ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ആവും. ആ ഒരു ലെജിറ്റമസി ഫീൽ ചെയ്യുന്ന പോലെ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ലൈക്ക് എനിക്ക് തോന്നുന്നു നോർമൽ ഒരു AI വെച്ച് ചെയ്യുന്നതിന് പകരം ഒന്ന് വ്യത്യസ്തമായിട്ട് ആൾക്കാരെ ബിലീവ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ ഓക്കെ. അങ്ങനെ ഇപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഫ്യൂച്ചറിൽ നമുക്ക് ഇനി AI വെച്ചുള്ള അഡ്വർടൈസ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ AI കോണ്ടന്റ് ക്രിയേഷൻ ആണോ, അല്ലെങ്കിൽ നോർമൽ നമ്മൾ ചെയ്യണ പോലെ ചൈഫ്ലിക്ക് ചെയ്യണ പോലത്തെ കോണ്ടന്റ് ക്രിയേഷൻസ് ആണോ ഉണ്ടാവുക നല്ലത്? മെയിൻലി ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ടായിരിക്കും ഫ്യൂച്ചറിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ IPL കഴിഞ്ഞപ്പോൾ അതിൽ ഹോട്ട്സ്റ്റാറിൽ വന്ന ഒരുപാട് ആഡ്സ് എല്ലാം AI ആഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ചില OTT പ്ലാറ്റ്ഫോംസ് എല്ലാം എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആട് 3 ഇറങ്ങിയത് ഏത് പ്ലാറ്റ്ഫോമിലായിരുന്നു? C5 ആയിരുന്നല്ലോ. അതിലെല്ലാം ഒരുപാട് ആഡ്സ് വരുന്നത് AI ആഡ്സാണ്. സോ അതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് OTT പ്ലാറ്റ്ഫോംസിലേക്കും പിന്നെ അതല്ലാതെ ഇൻ്റർനെറ്റിലും ഒരുപാട് AI ആഡ്സ് ഉണ്ടായിരിക്കും ഫ്യൂച്ചറിൽ, ഇപ്പോഴും ഉണ്ട്. ബട്ട് അതല്ലാതെ ഇപ്പോൾ ഒരു ഇപ്പോൾ സൂപ്പർ ബോൾ കൊമേഴ്ഷ്യലൊക്കെ ഉണ്ടല്ലോ, ദെൻ അതല്ലാതെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് മുടക്കാൻ പറ്റിയൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരൊരു ആക്ച്വൽ സ്റ്റാറിനെ കോൺടാക്ട് ചെയ്ത് ഒരു റിയൽ ആഡ് തന്നെയായിരിക്കും ചെയ്യുന്നത്. ബട്ട് ഒരു പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഇറക്കേണ്ട ഒരു ആഡാണ് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ ലൈക്ക് മെറ്റാഡ്സ് റൺ ചെയ്യാനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് അവിടെ ഒരു AI ആഡ് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അതല്ലാതെ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്നവരുണ്ട് AI ആഡ്സ്. അതെ അതെ. എന്നാലും മെയിൻലി സ്കോപ്പ് ഉണ്ടാവുക ഫ്യൂച്ചറിൽ എല്ലാത്തിനും സ്കോപ്പ് ഉണ്ടായിരിക്കും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചായ്ഫ്ലിക്ക് ചെയ്യുന്ന കോണ്ടന്റിനാണെങ്കിലും അതിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ടായിരിക്കും. ഒന്നും ഒബ്സലീറ്റ് ആയി പോകാൻ ചാൻസ് കുറവാണ്. ഈ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെയോ ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു സ്റ്റാറിന് വെച്ചിട്ടൊരു ആഡ് ചെയ്യണത്, ഇവിടെ ഫുള്ളി AI വെച്ചിട്ടുള്ളൊരു കണ്ടന്റ്, ഇത് രണ്ടും കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ സിനിമ രേഖാചിത്രം, അതിൽ മമ്മൂട്ടിയുടെ ഡീഫേക്ക് യൂസ് ചെയ്തു. അവിടെ മറ്റേ മമ്മൂട്ടിയുടെ പെർമിഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ AI വെച്ചിട്ട് ചെയ്തത്. ഇത് രണ്ടും കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ഒരു ബെറ്റർ ആവുമോ, അതോ AI മാത്രമാകുമ്പോഴാണോ ബെറ്റർ? ആക്ച്വലി രണ്ടും കൊളാബറേറ്റ് ആണെങ്കിൽ ബെറ്ററാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റിയൽ സ്റ്റാറിനെ യൂസ് ചെയ്ത് AI എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു മൂവി വരാണെന്നുണ്ടെങ്കിൽ അതിലെ വിഷ്വൽ ക്വാളിറ്റി വിഷ്വൽസ് കാണാൻ വളരെ രസമായിരിക്കും. ലൈക്ക് നമ്മളൊരു സ്റ്റാറിനെ നമ്മൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കണത് അതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരിത്.
പിന്നെ നമ്മുടെ മലയാള ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മുടക്കുന്ന ഇൻഡസ്ട്രി ഒന്നും അല്ല. ബഡ്ജറ്റ് ഏറ്റവും കുറവിലെ ബെസ്റ്റ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമുക്കൊക്കെ ആക്ച്വലി നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആ ഒരു ബഡ്ജറ്റ് കുറവിൽ ഒരു ബെറ്റർ ഔട്ട്പുട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാമല്ലോ. സ്കിൽ ക്ലബ്ബ് മൂവി വർക്ക്സ് ചെയ്യാറുണ്ടോ? അത് ഇപ്പോൾ കാട്ടാളം ചെയ്തെന്ന് അറിയാം, അതേപോലെ ഇനി പ്ലാൻസിലുണ്ടോ? പൊതുവേ ചെയ്യാറില്ല. നമുക്ക് അപ്രോച്ച് പ്ലാൻ എന്തെങ്കിലും പ്ലാൻസ് ലൈക്ക് മൂവീസിലെ വർക്ക് കുറച്ച് റിസ്ക്കിയാണ്. നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് മൂവീസിൻ്റെ വർക്ക് വരുന്നത്. അതും കൈൻഡ് ഓഫ് ഒരു OCD ലെവലിലേക്ക് പോകുന്നുണ്ട്. അതെ അതെ. ബ്രോ, മെഡ്വി എന്നുള്ള കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മെഡ്വി അതെന്ന് വെച്ചാൽ US ഒരു ഹെൽത്ത് ടെക് കമ്പനിയാണ്. അവർ 1% കമ്പനിയാണ്. അപ്പോൾ 1% കമ്പനി ഇൻ ദ സെൻസ് അവർ $20,000 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. വിത്തിൻ സ്പാൻ ഓഫ് 1 to 2 years അവർ $1.8 billion ആയി വാല്യുവേഷൻ. 1% കമ്പനിയാണ്. അവർ ഹെൽത്ത് ടെക് കമ്പനിയാണ്. ഹെൽത്ത് ടെക് കമ്പനിയിൽ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഡ്രഗ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഇവർ ഇനീഷ്യലി അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലൈക്ക് ഇയാൾ ഒറ്റക്കാണ്, ഇയാളുടെ ബ്രദർ മാത്രമേ ഇയാളെ സഹായിക്കാണ്ടായിരുന്നുള്ളൂ. ഫുള്ളി AI വെച്ചിട്ടാണ് A to Z കാര്യങ്ങൾ ഇയാൾ ബിൽഡ് ചെയ്തത്. മാർക്കറ്റ് ചെയ്തതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും സെല് ചെയ്തതും ഒക്കെ AI വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്കോപ്പ് ഇപ്പോൾ US ഇങ്ങനെ ഇപ്പോൾ ഈ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1% കമ്പനി നമുക്ക് എംപ്ലോയീസിന് ആവശ്യമല്ല, നമുക്ക് ഇനി ഇങ്ങനത്തെ കമ്പനീസ് ബിൽഡ് ചെയ്യാം, ഒറ്റക്ക് മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ റൺ ചെയ്യേണ്ടത് അതവിടെ വർക്ക് ആവണമുണ്ട്. ഇവിടെ അതിനെന്തൊക്കെ സ്കോപ്പ് ഉണ്ട്? ലൈക്ക് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ അങ്ങനത്തെ കമ്പനീസ് വരാൻ സാധ്യതകളുണ്ടോ? അതോ അങ്ങനത്തെ കമ്പനീസ് വന്നിട്ടുണ്ടോ AI കമ്പനീസ്? ആക്ച്വലി ഇനിയൊരു നെക്സ്റ്റ് ഇയറിൻ്റെ ഉള്ളിൽ 2027 ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും ഒരുപാട് കമ്പനീസ് ആക്ച്വലി അങ്ങനെ വരേണ്ടതാണ് ഇന്ത്യയിൽ നിന്ന്. 1% കമ്പനീസ്. അതെ അതെ, യെസ്. കാരണം ഇപ്പോൾ ക്ലോഡിൻ്റെ മോഡൽ, പുതിയ മോഡൽ കോഡിംഗ് എല്ലാം നല്ല അടിപൊളിയായതുകൊണ്ടും പിന്നെ അതല്ലാതെ ഇപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും വെബ്സൈറ്റ്സ് എല്ലാം ലൈക്ക് കോഡിംഗ് ഒന്നും അറിയാത്ത ഫ്രണ്ട്സാണ്. ഓക്കെ, അവർ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് അത്യാവശ്യം നല്ല വെബ്സൈറ്റ്സ്. ഞാൻ ശരിക്കും ഷോക്കായി പോയി. എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അവനിങ്ങനെ ഒരു റൺ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അതിനായിട്ടൊരു വെബ്സൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചതാണ്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബേസിക് ആയിരിക്കുന്നു, പക്ഷേ കാണുമ്പോൾ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു ലൈക്ക് അടിപൊളി വെബ്സൈറ്റ്. എൻ്റെ ഫ്രണ്ട് എൻഡ് ആണ്, ബാക്ക് എൻഡ് അല്ല ഫ്രണ്ട് എൻഡ് ആണ്. ബാക്ക് എൻഡ് ചെയ്യാനായിട്ട് സ്റ്റിൽ ഞാൻ അത്ര നോളജബിൾ അല്ല ആ ഒരു ഏരിയയിൽ. ബട്ട് ഐ തിങ്ക് സം AIs ഉണ്ട്, ബട്ട് സ്റ്റിൽ കുറച്ച് വർക്കും വരുന്നുണ്ട്. ഫ്രണ്ട് എൻഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് AI ടൂൾ ഏതാണ്? ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളത് ക്ലോഡാണ്. പിന്നെ അതല്ലാതെ എമർജൻറ്റ് കേഴ്സർ പോലത്തുള്ള ടൂൾസ് ഉണ്ട്, ബട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ക്ലോഡാണ് ഇതിന് വേണ്ടിയിട്ട്. ഫുൾ സ്റ്റാക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും അങ്ങനെ AI ഉണ്ടോ? ഫുൾ സ്റ്റാക്ക് ആയിട്ട് ലവബിളൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഫുൾ സ്റ്റാക്ക് ആയിട്ട് അതെ അതെ. അതിന് ഇതിൻ്റെ അത്ര ഔട്ട്പുട്ട് നല്ലതാണോ? മെയിൻലി ഔട്ട്പുട്ട് എല്ലാം ഓൾമോസ്റ്റ് ഓൾ സിമിലർ തന്നെ വരുന്നത്. കാരണം ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്ന മോഡൽസ് എല്ലാം ഓൾമോസ്റ്റ് സെയിമാണ്. വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ്ലി കണ്ട ഒരു ന്യൂസാണ് AI കാരണം കുറേ പേരുടെ ജോലി നഷ്ടപ്പെട്ടത്. അതായത് TCS, മൈക്രോസോഫ്റ്റ് പോലത്തെ വലിയ വലിയ കമ്പനികൾ അവർ AI കൊണ്ട് കുറേ എംപ്ലോയീസിനെ പിരിച്ചുവിട്ടത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണെന്ന് പറയാനുള്ളത്? പിന്നെ നമ്മുടെ ഈ കോണ്ടന്റ് ക്രിയേഷൻ, അതായത് ഇപ്പോൾ നമ്മളാണെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതിലാണെങ്കിലും ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ജോലി പോവോ, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഷുഡ് ബി സ്കേർഡ്. ആരൊക്കെയാണ് പേടിക്കേണ്ടത്? യൂസ് ചെയ്യാത്തവർ, നമ്മുടെ വർക്ക് ഫ്ലോയിൽ യൂസ് ചെയ്യാത്തവരാണ് പേടിക്കേണ്ടത്. ഇപ്പോൾ മെയിൻലി കേട്ടുവരുന്നൊരു ഫ്രേസാണ് ലൈക്ക് നിങ്ങളുടെ ജോബ് കളയില്ല, ബട്ട് യൂസ് ചെയ്യുന്ന മറ്റാരെങ്കിലും ആയിരിക്കും ജോബ് കളയുന്നത് എന്നുള്ളത്. അത് ഓൾമോസ്റ്റ് ട്രൂ ആണ്. പിന്നെ അതല്ലാതെ ചില ഇൻഡസ്ട്രീസിലെല്ലാം ജോബ് ലോസ് വരാൻ നല്ല ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഈ കേൾക്കുന്ന പോലെ തന്നെ ഇത് AIക്കും അതിലൊരു റോൾ ഉണ്ട് അതിൽ. പിന്നെ വേറൊരു തിങ് ഉള്ളത്, പക്ക ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ. യൂണിവേഴ്സൽ UBI ഒക്കെ വന്നേക്കാം മേ ബി. ഇപ്പോൾ AI ഏറ്റവും യൂസ് ചെയ്യുന്ന കമ്പനീസ് ആരാണോ അവരുടെ പ്രോഫിറ്റിന്റെ ഒരു പാർട്ട് എടുത്ത് കോമൺ മാനെ കൊടുക്കുന്നു. അത് മേ ബി വന്നേക്കാം ഫ്യൂച്ചറിൽ. പക്ഷേ അവിടെ എനിക്ക് ഇതായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വൈറ്റ് കോളർ ജോബ്സും ബ്ലൂ കോളർ ജോബ്സ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ US 70% വൈറ്റ് കോളറാണ് ആൻഡ് 30% ആണ് ബ്ലൂ കോളർ. അപ്പോൾ അവിടെ ഇതിൽ റിസർച്ച് പറയണമെന്ന് വെച്ചാൽ 80% ഓഫ് വൈറ്റ് കോളർ ജോബ്സ് ക്യാൻ ബി ഓട്ടോമേറ്റഡ്. AIക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി അറൗണ്ട് 20 ആണ്, ബട്ട് 80% ക്യാൻ ബി ഓട്ടോമേറ്റഡ് ബൈ AI. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ 70% വൈറ്റ് കോളർ ജോബ്സാണ് ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യണത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ രാജ്യത്തിന് ഒരു ഡെഫിസിറ്റ് വരികയാണ്. അവിടെ ബ്രോ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ഇൻകം അപ്ലൈ ആവും. ഏറ്റവും കൂടുതൽ AI കമ്പനീസ് ഏതാണ് അവർക്ക് ടാക്സ് ചെയ്യാൻ പറ്റും. ബട്ട് വെൻ യു ലുക്ക് അറ്റ് ഇന്ത്യ, അവിടെ നമുക്ക് ഓക്കെ ഇത് US കാര്യമാണ്. 70% വൈറ്റ് കോളർ, 30% ബ്ലൂ കോളർ. അവിടെ വലിയ ലെജിറ്റ് AI കമ്പനീസ് ഉണ്ട്.
ടേക്ക് ഇറ്റ് ഓപ്പൺ AI, ടേക്ക് ഇറ്റ് എനി ടോപ്പ് കമ്പനീസ് ഇൻ ദ വേൾഡ്, അവിടെ അങ്ങനത്തെ കമ്പനീസ് ഉണ്ട്. അവിടെ അങ്ങനെ അവർക്ക് വേണമെങ്കിൽ 60-70 ഒക്കെ ചാർജ് ചെയ്യാം. ബട്ട് വെൻ യു ലുക്ക് അറ്റ് ഇന്ത്യ, അങ്ങനത്തെ കമ്പനീസ് ഉണ്ടോയെന്ന് ഡൗട്ടല്ലേ? പ്യുവർ AI കമ്പനീസ് വിച്ച് ആർ ഡൂയിങ് ദ ബെസ്റ്റ്. അങ്ങനെ ബിൽഡ് ചെയ്യണ AI കമ്പനീസ് ഉണ്ടോയെന്ന് കുറവാണ്. പിന്നെ ഇവിടെ വരുന്ന ഏറ്റവും രസകരമായ ഇതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഈ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേ വൈറ്റ് കോളർ വെറും 20% ഉള്ളൂ. റെസ്റ്റ് 80 ബ്ലൂ കോളറാണ്. ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് കോളർ ജോബ്സ് ആണ് ഡിഗ്രി ആവശ്യമുള്ള സ്കിൽഡ് ലേബർ. റിപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് അവരാണ്. എന്നാൽ മറ്റൊരു സേഫാണ്. റിപ്ലേസ് ചെയ്യേണ്ട ഇപ്പോൾ കണക്ക് പ്രകാരം 0 ആണ് അവരുടെ ജോബ്സ് ഓട്ടോമേറ്റ് ചെയ്യണത്. വൈറ്റ് കോളർ എന്താണെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, അനലിസ്റ്റുകൾ, മറ്റേ സ്കിൽ ഡെവലപ്പേഴ്സ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ആൾക്കാർ. ഇവിടെ മറ്റേ ബ്ലൂ കോളർ, പ്ലംബർ, അങ്ങനത്തെ ഹാർഡ് ലേബർ വരുന്ന ഫാക്ടറി വർക്കേഴ്സ്, അങ്ങനത്തെ ഇതാണ്. ഇവിടെ പറഞ്ഞത് ഇപ്പോൾ ഈ ഡിഗ്രി സ്കില്ലുള്ള ആൾക്കാർക്കാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ നമ്മളിപ്പോൾ ടാക്സ് ചെയ്യാൻ വിചാരിക്കും. അവിടെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ യൂണിവേഴ്സൽ ലോ ഇൻകം അവിടെ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കമ്പനീസിന്. വെൻ യു ലുക്ക് അറ്റ് ഇന്ത്യയിൽ അങ്ങനത്തെ കമ്പനീസ് ഇല്ല. ബട്ട് നമ്മൾ പിന്നെ വിചാരിക്കണോ ഇവിടെ 20% വൈറ്റ് കോളർ ഉള്ളൂ, ബാക്കി 80% ബ്ലൂ കോളർ അല്ലേ. അപ്പോൾ അവരെ ജോബ് പോകണില്ലല്ലോ പറയും. ബട്ട് ടാക്സ് റവന്യൂവിൽ എടുത്ത് നോക്കുമ്പോൾ ഈ 20% വൈറ്റ് കോളറാണ് നിയർലി 50% ടാക്സ് റവന്യൂക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണത്. സോ വലിയൊരു പ്രശ്നമായി അവിടെ. ആകെ വേറൊരു തിങ് ലൈക്ക് ഇപ്പോൾ ഗവൺമെന്റ്സിന് വലിയൊരു റോള് തന്നെ ഉണ്ടായിരിക്കും ഇതിൽ. ഇപ്പോൾ ഒരു AI മോഡൽ കാരണം മേ ബി ചില AI മോഡൽസ് എല്ലാം റെസ്ട്രിക്ട് ചെയ്തേക്കാം. അത് വളരെ എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ സീഡാൻസിൻ്റെ ഒരു മോഡൽ പോലും ആണെങ്കിൽ, സീഡാൻസ് വേറൊരു മോഡൽ റിലീസ് ചെയ്തിരുന്നു. അതാണെങ്കിൽ കുറച്ചധികം ലെങ്ത്തിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ബട്ട് അത് അവർ റെസ്ട്രിക്ട് ചെയ്തേക്കാം റിലീസ് ചെയ്യാതെ, കാരണം ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടായേക്കാം എന്ന് പറഞ്ഞിട്ട്. സോ അതുപോലെ ചില ഗവൺമെൻറ്റ്സ് എല്ലാം മേ ബി AI ടൂൾസ് പ്യുവറായിട്ട് ബാൻ ചെയ്തേക്കാം, ഇതുപോലെ ഫ്യൂച്ചറിലേക്ക് അവരുടെ ആ ഒരു ഗവൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യേണ്ട എന്ന് വെച്ചിട്ട്. സോ ഗവൺമെൻറ് ആയിരിക്കും ഇതിൽ വലിയൊരു പാർട്ട് പ്ലേ ചെയ്യുന്നത്. എങ്ങനെ ഗവൺമെൻറ് ഡിസിഷൻ ബേസ് ചെയ്തിരിക്കും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നേരത്തെ അൽത്താഫ് പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ജോബ്സ് ലൂസ് ചെയ്യുന്നുണ്ട്. ജോബ്സ് ലൂസ് ചെയ്യണത് ഐ ബിലീവ് ദാറ്റ് ഈ ടാസ്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ they will definitely lose jobs. എന്ത് ക്രിയേറ്റീവായിട്ട് എന്ത് കമ്പനിക്ക് എന്ത് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും അവരാവും ചിലപ്പോൾ മറ്റേ മാറി നിൽക്കുന്നുണ്ടാവുക. പിന്നെ ഇതിലൊരു കാര്യം, ഇപ്പോൾ നമ്മൾ AI വരുന്നതിന് മുൻപ് ആൾക്കാർ പറഞ്ഞിരുന്നത് ഇപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് കോണ്ടന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെയിൻറ്റേഴ്സോ മ്യൂസീഷ്യൻസോ ആർട്ടിസ്റ്റുകളോ ആരാണെങ്കിലും അവരുടെ ജോബായിരിക്കും ഏറ്റവും അവസാനം പോകുന്നത്. ഈ മാനുവൽ ലേബർ ചെയ്യുന്നവരുടെ ആയിരിക്കും ഏറ്റവും ആദ്യം ജോബ് പോകുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ലൈക്ക് ഇപ്പോൾ റോബോട്ട്സിനെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നതല്ല. ബട്ട് അത് വളരെ കോസ്റ്റ്ലിയാണ്. ഒരു കമ്പനിക്ക് ഇപ്പോൾ റോബോട്ടിക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ വളരെ കോസ്റ്റ്ലിയാണ്. ബട്ട് ഈ ബാക്കി ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവരെ റീപ്ലേസ് ചെയ്യാൻ വളരെ ഈസിയായി മാറി. ഫൈനാൻഷ്യൽ സോഫ്റ്റ്വെയർസിന്റെ എല്ലാം കോസ്റ്റ് വളരെ കുറവാണല്ലോ നോക്കുമ്പോൾ. ലൈക്ക് ഇവിടെ നമ്മൾ ആർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ഒരു ടൈമിൽ ഈ ഗിബ്ലി ആർട്ട് ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ലൈക്ക് ഒരു ടൈമിൽ എന്നിട്ട് ഈ ഗിബ്ലി ആർട്ട് ട്രെൻഡായ ടൈമിൽ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആണ്, ഇത് ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ്, നമ്മളിത് യൂസ് ചെയ്തിട്ട് നമ്മുടെയാണെന്ന് പറയാൻ പാടില്ല, കാരണം അതിന് ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് AI ആർട്ടിന് ആക്ച്വലി വാല്യൂ ഉണ്ടോ? AI ആർട്ടിൻ്റെ വാല്യൂ എന്താണ്? ആൾക്കാർ അത് റിയൽ ആർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടോ? വെൽ, എന്തൊരു കാര്യത്തിനും വാല്യൂ നിർണ്ണയിക്കുന്നത് അത് മെയിൻലി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ സപ്ലൈ കുറവാണ് എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഓഫ് കോഴ്സ് കൂടുതലായിരിക്കും. ഇപ്പോൾ ആദ്യമൊക്കെ എന്നുണ്ടെങ്കിൽ AI ഇല്ലാത്ത ടൈമിൽ പെയിന്റിങ്സിന് ആ ഒരു ഡിമാൻഡ് വളരെ ഉണ്ടായിരുന്നു, കാരണം പെട്ടെന്ന് ഒരാൾക്ക് ചെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇപ്പോഴത്തെ കേസിൽ സപ്ലൈ വളരെ കൂടുതലാണ്. ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഈസിലി ഒരു നല്ലൊരു പീസ് ഓഫ് ആർട്ട് ജനറേറ്റ് ചെയ്യാം. സോ അവിടെ വാല്യൂ കുറവാണ്. ബട്ട് ആ ഒരു കേസിൽ നോക്കുമ്പോൾ ഇപ്പോൾ AI ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് ആയിട്ട് അധികാരം ക്രിയേറ്റ് ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കൈൻഡ് ഓഫ് ഒരു വീഡിയോ, ഇമേജിന് അധികം വാല്യൂ ഇല്ല. ഇമേജ് ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഒരുപാട് നല്ല ഇമേജസ് വന്നു, AI ഇമേജസ് വന്നു, ബട്ട് വീഡിയോസ് ഇനിയും നല്ലത് വരാനുണ്ട്. സോ അതുപോലൊരു തിങ് നല്ലത് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പീപ്പിൾ വിൽ റെസ്പെക്ട് ഇറ്റ്. അതെ, അതൊരു ആർട്ട്, ഞാൻ പറയുന്നത് അതൊരു ആർട്ട് തന്നെയാണ്. ഐ ബിലീവ് ഇൻ എ വേൾഡ് വെയർ ആർട്ടിസ്റ്റ് യൂസിങ് AI അവരുടെ സ്കിൽ തന്നെ AI യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കണ ഒരു ടൈം. അതെ. ഇപ്പോൾ മൂവീസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർ പ്രീ വിഷ്വലൈസേഷൻ കുറേ യൂസ് ചെയ്യുന്നുണ്ട്.
അതാകുമ്പോൾ അവർക്ക് കോസ്റ്റ് കുറേ കട്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ മാർവലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർ ആദ്യമൊക്കെ ചെയ്തിരുന്നത് ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പല്ല സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ലൈക്ക് 3D മോഡലിംഗ് എല്ലാം ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അവർക്കെല്ലാം ഇപ്പോൾ AI യൂസ് ചെയ്യാമല്ലോ, ലൈക്ക് വളരെ ഫാസ്റ്റുമായി, ദെൻ അതല്ലാതെ ഈസിയർ ആയല്ലോ ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ AI പറ്റി കുറേ സംസാരിച്ച് AI ആണ് ഇനി ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് അതിൻ്റെ പോസിറ്റീവിനെ പറ്റി നമ്മൾ കുറേ സംസാരിച്ച്. ബട്ട് ഇതിൻ്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള നെഗറ്റീവ് പാർട്ടിനെ പറ്റി നമ്മൾ ആരും സംസാരിച്ചിട്ടില്ല, ആരും സംസാരിക്കണമില്ല അത്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്തൊക്കെയാണ് വരാ ഇനി നെഗറ്റീവ് പാർട്ട്? ഇപ്പോൾ ഏതൊരു ടെക്നോളജി ഉള്ള പോലെ തന്നെ എഐക്കും അതിൻ്റെതായ പോസിറ്റീവ്സിൻ്റെ ഒപ്പം തന്നെ നല്ല നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് വീഡിയോസ് എല്ലാം കാണുന്ന ടൈമിൽ ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ അതൊരു 2 to 3 yearsലൊക്കെ നോക്കുമ്പോൾ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തും. സോ ഇപ്പോൾ എന്താ നമ്മുടെ കണ്ണുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെന്താ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഏതെങ്കിലും ഒരു ലീഗൽ തിങ്ങിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണല്ലോ. ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് കേസിലൊക്കെ AI യൂസ് ചെയ്ത് എവിഡൻസസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതിനെതിരായിട്ട് എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ AI ഡിറ്റക്ടേഴ്സ് ഉണ്ട്, AI കോണ്ടന്റ് ഡിറ്റക്ടേഴ്സ് എല്ലാം ഉണ്ട്. ബട്ട് അതിൻ്റെ വർക്കിംഗ് എല്ലാം അത്ര ആക്യുറസി ലെവൽസ് എല്ലാം അത്ര അടിപൊളിയൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ AI കോണ്ടന്റ് ഡിറ്റക്ടേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ AI കോണ്ടന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിയൽ ആണെന്നൊക്കെ എല്ലാം പറഞ്ഞിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ AI ഇൻഫോ വരാറുണ്ടല്ലോ, AI ഇമേജ് ആണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്ര നല്ല വർക്കിംഗ് അല്ല, ബട്ട് അത് ലൈക്ക് ചെയ്യാവുന്നതാണ്, അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാവുന്നതാണ്. ലൈക്ക് നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് കൂടുന്നു കാര്യങ്ങളായിട്ട്. ലൈക്ക് ഒരു വിഷ്യസ് സർക്കിൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്ത്. US മെയിനായിട്ട് നടക്കുന്നത്. ഇപ്പോൾ അറൗണ്ട് ദ വേൾഡ് മെറ്റയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെറ്റ 8,000 പേരെ ലേ ഓഫ് ചെയ്തു ഇൻ ദ റീസെൻറ്റ് ടൈം. ഒറാക്കിൾ 30,000 പീപ്പിളെ ലേ ഓഫ് ചെയ്തു. ദാറ്റ്സ് നിയർലി ദർ 20% ഓഫ് ദ വർക്ക് ഫോഴ്സ്. 30,000 പീപ്പിൾ. അപ്പോൾ നമ്മൾ കമ്പനീസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പനീസ് നന്നായി പെർഫോം ചെയ്യണു, ബെസ്റ്റ് ക്വാർട്ടേഴ്സ്, നന്നായി പ്രോഫിറ്റ് ഉണ്ട്, ലേ ഓഫ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ബട്ട് ദേ ആർ സ്റ്റിൽ റിമൂവിങ് പീപ്പിൾ. ഇതെന്താണെന്ന് നോക്കുമ്പോൾ ലൈക്ക് ദീസ് പീപ്പിൾ വെർ ഓൺലി ഡൂയിങ് ദർ ടാസ്ക് മാത്രം ചെയ്തു പോകുന്ന ഒരാൾക്കാരെ പെട്ടെന്ന് കമ്പനി ലേ ഓഫ് ചെയ്തു. ആൻഡ് ദ ഗുഡ് തിങ് ഈസ് ലൈക്ക് ഈ കമ്പനി ഈ ലേ ഓഫ് ചെയ്ത മണി ഉണ്ടാവും. ഇപ്പോൾ ഒരു 30,000 എംപ്ലോയീസിന് ലേ ഓഫ് ചെയ്തു. അപ്പോൾ അവരുടെ കയ്യിലൊരു ഹ്യൂജ് എമൗണ്ട് വരികയാണ്, ഈ എംപ്ലോയീസിന് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു എമൗണ്ട് വരികയാണ്. ഈ എമൗണ്ട് കമ്പനീസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ റീഇൻവെസ്റ്റ് ചെയ്യാണ് ടു ബിൽഡ് മോർ AI ഇൻഫ്രാസ്ട്രക്ചർ, കുറേ GPU മേടിക്കാൻ, ബെറ്റർ AI ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ എന്തിനാണ് ബെറ്റർ AI ഇൻഫ്രാസ്ട്രക്ചർ ഇവർ ബിൽഡ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഇവരെന്തിനാണ് ബിൽഡ് ചെയ്യുന്നത് വെച്ചാൽ കോംപ്ലക്സ് ടാസ്കുകൾ ഇനിയും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈ കോംപ്ലക്സ് ടാസ്ക്? അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഹൈറാർക്കിയിലുള്ള ആൾക്കാരും ലേ ഓഫ് ചെയ്യാം. ഇതൊരു വിഷ്യസ് സർക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലൈക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഒരു 1% കമ്പനിയുടെ ഇതൊക്കെ. കമ്പനീസ് ഓൾറെഡി 1% കമ്പനീസ് ഓൾറെഡി ഇങ്ങനെ ആവുന്നുണ്ട്. ഐ തിങ്ക് കമ്പനീസ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 1% കമ്പനീസ്ക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കാരണം ആൾക്കാർ അത്രയും ഫോക്കസ്ഡ് ആണ് ഏറ്റവും ബെറ്റർ കോംപ്ലക്സ് ടാസ്കുകൾ എങ്ങനെ തീർക്കാം അതിന് വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടത്തിലാണ്. യെസ്, സോ അതാണ് ലൈക്ക് ഒരു സ്കേരി പാർട്ട്, വിഷ്യസ് സർക്കിൾ. ഇതിൽ എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തത്. ഇതിലിപ്പോൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഒരു ഗവൺമെൻറ് അത് പക്ഷെ ഒരു ഓപ്ഷൻ ആയിട്ടാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു റോൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, റെസ്ട്രിക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ബെറ്റർ AI മോഡൽസ് ഇറങ്ങുമ്പോൾ. ബട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ US ആണെങ്കിലും ചൈന ആണെങ്കിലും അവരെല്ലാം ഒരു AI റേസിലാണ്, ആരെയാണ് ഏറ്റവും നല്ല ബെറ്റർ മോഡൽസ് ഉണ്ടാക്കുന്നത് എന്ന്. സോ ഗവൺമെൻറ് തന്നെയാണ് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഡെയിലി ബേസിസിൽ കാശിനാഥ് യൂസ് ചെയ്യുന്ന AI ഏതൊക്കെയാണ്? ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് ChatGPT ആണ്. എല്ലാവരും പറഞ്ഞത് ക്ലോഡ് ബെറ്റർ ആണ് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ക്ലോഡിക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് എന്താ അറിയില്ല, ലൈക്ക് ഞാൻ തുടക്കം മുതലേ ChatGPT ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ലോയലാണ് ഞാൻ ChatGPT അടുത്ത്. അപ്പോൾ ഞാൻ ChatGPT തന്നെ എടുക്കാവുന്നു. ലൈക്ക് എൻ്റെ A to Z കാര്യങ്ങളുണ്ടാവും അതിൽ. ഇപ്പോൾ ഇന്നത്തെ വർക്ക്സ് ഞാനൊക്കെ ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്യണത് അങ്ങനെയാവും. പിന്നെ അത് ഡിസ്കസ് ചെയ്യണത് ഒരു മെയിൽ അയക്കണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓരോ ടാസ്ക് ആക്കി വെച്ചിരിക്കുകയാണ്, ഓരോ സ്പെസിഫൈ ചെയ്തിട്ട് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിരിക്കുകയാണ്. അതുപോലെ കാശിനാഥ് യൂസ് ചെയ്യണത് ഏതൊക്കെയാണ് ഓൺ ഡെയിലി ബേസിസ്? ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ChatGPT തന്നെയാണ് മെയിൻലി യൂസ് ചെയ്തിരുന്നത്. ലൈക്ക് ഈ LLM ബേസിസിനായിട്ട് ടെക്സ്റ്റ് ഡാറ്റ കിട്ടാനായിട്ട്. ദെൻ ഇമേജിന്റെ കേസിലാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ പറയാം, ലൈക്ക് അശ്വതിന്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ ആ ഒരു ടൈമിൽ ഇമേജ് ജനറേറ്റ് ചെയ്തത് ഫോക്കസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ്, FOOCUS. ഇതിലാണ് അന്ന് ഇമേജ് ജനറേറ്റ് ചെയ്തിരുന്നത്.
ഇതിനാണ് ആ ഒരു RTX 4070 ഒക്കെ റെൻറ്റ് ചെയ്തത്. then അതല്ലാതെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റ് ചില കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള മോഡൽസ് വന്നു. ഓക്കെ, അതിൻ്റെ നെയിം ആക്ച്വലി ഞാൻ മറന്നു, കാരണം കുറേ നാളായിട്ട് അതിന് യൂസേജ് ഇല്ല. ഐ മീൻ അത് കഴിഞ്ഞിട്ട് പിന്നെയും ബെറ്റർ മോഡൽസ് വന്നു. സോ നാനോ ബനാന പ്രോ, ദെൻ അതല്ലാതെ Seedream 4.0 വന്നിരുന്നു. ഈ സീഡാൻസിൻ്റെ തന്നെ ഇമേജ് ജനറേഷൻ മോഡലാണ്. സോ ഈ Seedream കഴിഞ്ഞിട്ടാണ് നാനോ ബനാന പ്രോ കുറച്ച് അത് റിലീസായിട്ട് കുറച്ച് പോപ്പുലർ ആവുന്നത്. കാരണം ബെറ്റർ റിയലിസം നാനോ ബനാന പ്രോ തരുന്നുണ്ട്. ദെൻ ഇപ്പോൾ ChatGPTയുടെ പുതിയ ഇമേജ് മോഡൽ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. നാനോ ബനാനയൊക്കെ ബെറ്റർ ആണോ? നാനോ ബനാന പ്രോനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ടെക്സ്ചേഴ്സ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഫേസ് ആക്യുറസി എല്ലാം കിട്ടുന്നുണ്ട്. സോ അതും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇമേജിൻ്റെ കേസിൽ ഈ കുറച്ച് മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ വീഡിയോൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ജനറേഷനായിട്ട് ക്ലിങ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ സീഡാൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ദെൻ ചില ടൈംസിൽ ഫ്ലോവിലെ VO3 യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് വീഡിയോൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ഇതിന് മുൻപും ഇപ്പോൾ ഹെയ്ജൻ എല്ലാം യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും അവതാർ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ദെൻ അതല്ലാതെ ഹെഡ്ര യൂസ് ചെയ്തിരുന്നു. ലൈക്ക് അതും ഹേജൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് അവതാർ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഓഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമേജിൽ ഒരു ലിപ്സിംഗ് ആയിട്ടൊരു വീഡിയോ ജനറേറ്റ് ആവും. സോ ഇതൊക്കെയാണ് ഈ ഒരു ബേസ് ലൈക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഡിയോ ജനറേറ്റ് ചെയ്യുന്ന കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ലാബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 11 ലാബ്സിലെ V3 മോഡലിൽ അത്യാവശ്യം നൈസാണ്. ദെൻ അതല്ലാതെ ഗൂഗിൾ AI സ്റ്റുഡിയോൻ്റെ തന്നെ ഓഡിയോ ജനറേറ്റർ ഉണ്ട്. സോ അതും യൂസ് ചെയ്യുന്നുണ്ട്. അതിലെല്ലാം മലയാളം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ജനറേറ്റ് ആവുന്നത്. ഏതിലാണ്? ഗൂഗിൾ AI സ്റ്റുഡിയോ. സോ ഇതെല്ലാം മോഡൽസ് ആണ്. പിന്നെ അതല്ലാതെ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിക്സ്ഫീൽഡ് യൂസ് ചെയ്യുന്നുണ്ട്, OpenArt യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലോ യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, ഈ ഹിക്സ്ഫീൽഡ് OpenArtലെല്ലാം ഈ പറഞ്ഞ നാനോ ബനാന പ്രോ, ക്ലിങ് ഇതെല്ലാം അവൈലബിൾ ആണ്. സീഡാൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ നാനോ ബനാന പ്രോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവൈലബിൾ, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്ലോവിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ലൈക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം നാനോ ബനാന പ്രോ. സോ നിങ്ങൾ നേരത്തെ അശ്വതി അച്ചുവിൻ്റെ വീഡിയോനെ കുറിച്ച് പറഞ്ഞിരുന്നു, ലൈക്ക് ഭയങ്കര വൈറലായി. അതാണ് കുറേ ആൾക്കാർ അശ്വതി അച്ചു എന്താണെന്ന് അറിയാൻ അറിയിച്ച ഒരു വീഡിയോ തോന്നുന്നത്. ഇതുപോലെ ലൈക്ക് വൈറലായ വേറെ ഏതൊക്കെ വീഡിയോസ് ഉള്ളത്? വാഴ 2 നിങ്ങൾ ചെയ്തിട്ടുണ്ട്. വാഴ 2ലെ ക്യാരക്ടേഴ്സിന് 90s ആക്കിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഫൈറ്റിന്റെ ആ ഒരു സീനിൽ അതിലെ ആക്ച്വൽ ക്യാരക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്ത് അതിലെ 90siലായിരുന്നു ആ മോഹൻലാലിന്റെ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല വൈറലായിരുന്നു. അത് റിലീസ് ചെയ്തിട്ട് അറൗണ്ട് ഒരു 2 hours തന്നെ 1 million വ്യൂസ് സംതിങ്. 2 hours-നുള്ളിൽ 1 million. ഓക്കെ ഓക്കെ. 1 hour-നുള്ളിൽ അതിൽ അജു വർഗീസിന്റെ കമന്റ്, വീഡിയോ ഓൾമോസ്റ്റ് ഓൾ അല്ല, കുറച്ച് സെലിബ്രിറ്റീസിന്റെ കമന്റ്സ് ഉണ്ടായിരുന്നു. ദെൻ ഒരു 1 ഡേക്കുള്ളിൽ തന്നെ അറൗണ്ട് ഒരു 6 million വ്യൂസോ സംതിങ് വന്നിരുന്നു. ഒരു ഖത്തറിലുള്ളൊരു റേഡിയോ ടീമിന്റെ കയ്യിൽ നിന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ വീഡിയോന് ശേഷം. അതെ, റേഡിയോ സുനോ ആയിരുന്നു. റേഡിയോ സുനോ. അതേപോലെ വേറെ ഏതെങ്കിലും വീഡിയോ? അതെ. ഇപ്പൊ ഇതാണ് ഈ അടുത്ത് വൈറലായ ഒരു വീഡിയോ. ഇതല്ലാതെ VO3 വന്ന ടൈമിൽ ഞങ്ങളൊരു വീഡിയോ റിലീസ് ചെയ്തിരുന്നു. ലൈക്ക് കുഴിമന്തി കലാപം എന്നാണ് അതിന്റെ പേര് വരുന്നത്. കുഴിമന്തി കലാപം. അതെ. അതിന്റെ കോണ്ടന്റ് വരുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും മന്തി കഴിക്കാൻ പോകുമ്പോൾ, അൽഫാം മന്തി കഴിക്കാൻ പോകുന്ന ടൈമിൽ ചെസ് പീസ് വേണം എന്ന് എടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരാൾക്ക് ചെസ് പീസ് കിട്ടാത്തത് കൊണ്ട് ഹോട്ടലിൽ അടി നടക്കുന്നു. ദെൻ അതിനെ ബേസ്ഡ് ആയിട്ട് സമരം നടക്കുന്നു. നാട്ടിൽ മൊത്തം ചർച്ചയാവുന്നു. ഒരു പൊളിറ്റീഷ്യനൊക്കെ പറയാണ്, എന്നെ ഈ നെക്സ്റ്റ് ഇലക്ഷനിൽ ജയിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചെസ് പീസ് കൊടുക്കാന്നുള്ള ചെസ് പീസ് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അങ്ങനത്തെ രീതിയിൽ. ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് അശ്വതി അച്ചു തന്നെയാണോ? അല്ല, ഇതിൽ ലൈക്ക് പല ക്യാരക്ടേഴ്സ്. അതെ, റാൻഡം ക്യാരക്ടേഴ്സ്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ വന്നത്. ഇതെല്ലാം ആ വീഡിയോ ഒക്കെ ഒരു 3 to 4 hours-നുള്ളിൽ ചെയ്തായിരുന്നു. അതൊരു സൺഡേ ആയിരുന്നു ചെയ്തത്. ലൈക്ക് ഈ നിങ്ങൾ ചെയ്യണ വീഡിയോസ് കുറേയൊക്കെ ലൈക്ക് ഫ്രീ ആയിരിക്കുകയാണ്, നമുക്ക് ഇനി ഒരു പുതിയ കണ്ടന്റ് ഉണ്ടാക്കാം അങ്ങനെ ചെയ്യണതാണോ, അതോ വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് ബാക്ക് എൻഡിൽ നമ്മളിത് ഒരു ദിവസം ഒരാഴ്ചയിൽ ഇത്ര വീഡിയോസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം, അതിനായിട്ട് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യാം, അങ്ങനെ വരുന്നതാണോ കുറേ ഔട്ട്പുട്ട്സ് ഒക്കെ? ആക്ച്വലി ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഡെയിലി ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു 4 to 5 ഐഡിയാസ് ഉണ്ടായിരിക്കും അതിൽ ബെറ്റർ ആയിട്ട് റിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻലി അതിൽ ഏതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് ബെറ്റർ ആയിട്ട് തോന്നുന്നോ അതപ്പോൾ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ്. അതിപ്പോൾ ഏത് ടൈമാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും അത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അധികം പെർഫെക്ഷൻ നോക്കാതെ എത്രയും പെട്ടെന്ന് നമുക്കിത് മാർക്കറ്റിലേക്ക് എത്തിക്കാം. അതെ. മറ്റാരും എത്തിക്കുന്നതിന് മുമ്പ് എത്തിക്കുക, അത് മറ്റാരും എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ലൈക്ക് ആ ഒരു ടൈമിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരുന്നു. ഓക്കെ. ലൈക്ക് അശ്വതി അച്ചുവിൻ്റെ കാര്യത്തിൽ പറയാം, എന്തെങ്കിലും ഫണ്ട് ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് അശ്വതി അച്ചു പറഞ്ഞിട്ട്
കുറെ ആൾക്കാർക്ക് മാറി ഉണ്ടാവും. ഇപ്പോൾ തുടക്കത്തിൽ നമ്മളൊരു കഥ പറഞ്ഞു, അതേപോലെ അതെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കണ ഒരാളുടെ കേസ് പറഞ്ഞു. അതേപോലെ ലൈക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടോ, ലൈക്ക് മറക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്? അതെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിൽ തന്നെ മെറ്റയുടെ ഒരു ചാറ്റ് ഉണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ? ചാറ്റ് ഉള്ളത്. നമ്മളത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ക്യാരക്ടർ, നമ്മുടെ മോഡലിന്റെ ക്യാരക്ടർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, അത് നമ്മളൊന്നും അറിയാതെ തന്നെ അത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വേറൊരു ക്രിയേറ്റർ അശുതേശു എന്നുള്ളൊരു നെയിം യൂസ് ചെയ്തിട്ട് അശുതേശു എ എന്നുള്ളൊരു മോഡലിനെ ക്രിയേറ്റ് ചെയ്തു. ലൈക്ക് വേറൊരു ക്രിയേറ്റർ ചെയ്തു. യൂസ് ചെയ്തിട്ട് ബട്ട് വേറൊരു ഇമേജ് ആയിരുന്നു അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ചാറ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ. സോ അതിന് ഒരുപാട് ഇങ്ങനെ മെസ്സേജസ് വന്നു തുടങ്ങി. അപ്പോൾ തെലുങ്കാന മെസ്സേജ് വന്നു തുടങ്ങി. ഞങ്ങൾക്കല്ല, ആ ഒരു മോഡലിന് മെസ്സേജ് വന്നു. ആ ഒരു മോഡൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ ലിങ്ക്ഡ് ആയിരുന്നില്ല, ലിങ്ക്ഡ് അല്ല. അപ്പോൾ അതിന് മെസ്സേജ് വന്നു തുടങ്ങി. അപ്പോൾ തെലുങ്കാനയിലുള്ള ഒരാള് ഇതിനോട് ഡെയിലി ചാറ്റ് ചെയ്ത് റിയൽ ആണെന്ന് വിചാരിച്ച് അവരൊരു കല്യാണ സ്റ്റേജ് വരെയൊക്കെ എത്തി, ഉറപ്പിച്ചു. അതെ, എയോടൊപ്പം. എന്നിട്ട് ഇവിടേക്ക് ട്രെയിൻ കയറി വന്നു സാരി ആയിട്ട് കണ്ണൂരിക്ക്. ഈ തെലുങ്കാനയിലുള്ള ആള് അതെ ഈ എ മോഡലിനോട് ചോദിച്ച ടൈമിൽ സ്ഥലം എവിടെയാന്ന് ചോദിച്ചപ്പോൾ കണ്ണൂരാണെന്നും ഒരു സ്പെസിഫിക് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ എങ്ങനെ ആ മോഡൽ അതങ്ങനെ പറഞ്ഞു? അത് റാൻഡം ആയിട്ട് പറയുന്നതാ. റാൻഡം ആയിട്ട് ചിലപ്പോൾ ആ ഒരു ക്രിയേറ്റർ ചിലപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം കണ്ണൂരാണ്, ചിലപ്പോൾ ആ ക്രിയേറ്ററിന്റെ ലൊക്കേഷൻ കണ്ണൂരായിരിക്കാം, ആ ഒരു ബേസിസിൽ സെറ്റ് ചെയ്തായിരിക്കാം. അപ്പൊ അങ്ങനെ ആള് ഫാമിലി ഒക്കെ ആയിട്ടാണോ എല്ലാവരും? ഫാമിലി ആൾ ഒറ്റയ്ക്കാണ് വന്നത് എന്നാണ് ന്യൂസ് റിപ്പോർട്ട്സ് എല്ലാം ഉള്ളത്. എന്നിട്ട് ആ ടൈമിൽ ആ ന്യൂസ് റിപ്പോർട്ട് അത്യാവശ്യം ആ ടൈമിൽ അത്യാവശ്യം വൈറലായിരുന്നു. എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ അത് ക്രോമന്റിൽ എടുത്ത് അത് സ്റ്റോറി ഇടാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് പറഞ്ഞിട്ട് അശുതേശു എന്ന പേരിലൊരു ക്രിയേറ്റർ ഇങ്ങനെ ഒരാളെ ലൈക്ക് ഡിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിങ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ അശുതേശുവിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് കുറെ പേരുടെ, നിങ്ങൾ എന്തിനാണ് അയാളെ പറ്റിച്ചത് അങ്ങനെയെല്ലാം ചോദിച്ചു. ആൾക്കാർ വിചാരിച്ചത് നിങ്ങളുടെ വിചാരിച്ച ഞങ്ങളാണെന്നത്. അപ്പോൾ അങ്ങനെ അതൊരു നല്ലൊരു ഇൻസിഡന്റ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ലൈക്ക് ക്രോമന്റിൽ മെസ്സേജ് ചെയ്തു, ഇതൊന്ന് റിമൂവ് ചെയ്യാവോ, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് ചോദിച്ചിട്ട്. ഇല്ല ലൈക്ക് അങ്ങനത്തത് ലൈക്ക് കുറേ ആയിട്ട് ഇപ്പം അങ്ങനെ നടക്കുന്നുണ്ടോ? ലൈക്ക് ഒരു പോയിന്റിൽ നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും വലിയ പ്രശ്നമില്ലാതെ തോന്നുന്നു, എന്നാൽ ഇതിനത്ര എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാർ, ഇപ്പോൾ അയാൾ ചിലപ്പോൾ അതിന് അത്ര എക്സ്പോഷർ ഇല്ലാത്ത ഒരാളാവും. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഫീൽഡിൽ വരുന്ന ഒരാളാണ്. നമ്മൾ AI കണ്ട വീഡിയോസ് ഉണ്ടാവില്ലേ, നമുക്ക് കണ്ട മനസ്സിലാവും AI ആണെന്ന്. കാരണം ബേസിക് AI വർക്കാണ്. ലൈക്ക് ഒരു സുനാമി വന്നിട്ട് വീട് മൊത്തം നശിപ്പിക്കണത്, അങ്ങനത്തെ കുറേ വീഡിയോസ്, ലൈക്ക് കുറേ ആൾക്കാർ കൂട്ടൊരു ഷേപ്പ് ഉണ്ടാക്കണത്. എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ ഫീൽഡിൽ വരുന്ന ഒരാൾ ഇതിന് റിയാക്ട് ചെയ്യും. ലൈക്ക് ഒരു ഏജുള്ള ആളാണ്, അയാളുടെ വിചാരം ഇത് ഒറിജിനലാണ്. അതെ, അപ്പൊ അയാളുടെ തുടക്കം തന്നെ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ, ഒരു മനുഷ്യന് എന്തൊക്കെ പറ്റുന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വീഡിയോ തുടങ്ങുന്നത് തന്നെ. ഇത് നമ്മളിത് പ്രൗഡായിരിക്കേണ്ട ഒരു കാര്യമാണ്, ചൈനയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതെ 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 അങ്ങനത്തെ വീഡിയോസ് പെട്ടെന്ന് ഇങ്ങനെ കണ്ടില്ലേ, നമ്മളിത് പുതിയൊരു ജീവിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആൾ വിചാരിക്കുകയാണ് ഇത് ആക്ച്വൽ തിങ് ആണെന്നുള്ളത്. അങ്ങനെ അത്ര എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാരായോണ്ടാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതലും ഇന്റർനെറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നവർക്കാണ് ലൈക്ക് മനസ്സിലാവുന്നത് പെട്ടെന്ന് അത് AI ആണെന്ന്. പിന്നെ അതിനെപ്പറ്റി ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം, അല്ലാത്തപ്പോൾ ഇങ്ങനെ സംഭവിക്കും. അത് മെയിൻലി ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇവിടെ 140 crores പ്ലസ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോഴും ChatGPT യൂസ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. ലൈക്ക് കുറേ ആൾക്കാർ ChatGPT സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ഒരു ജനറേഷൻ, ജെൻസി ജനറേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്ന ChatGPT മോർ ദാൻ ഗൂഗിൾ. ഐ തിങ്ക് ഗൂഗിൾ യൂസിനേക്കാൾ കൂടുതൽ ആൾക്കാർ ChatGPT യൂസ് ചെയ്യുന്നുണ്ടാവും. ബട്ട് എന്നാലും ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇതിന് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ബ്രോക്ക് അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ അങ്ങനത്തെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തെലുങ്കാനയിൽ നിന്ന് ഒരാൾ വരുന്നത് റിയൽ ലൈഫിൽ ഇപ്പോൾ ആശ്വദിച്ച് അല്ലാതെ ഒരാൾക്ക് AI പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ, അതോ AI പറഞ്ഞു കൊടുക്കണം അങ്ങനെ സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇപ്പോൾ ബ്രോ വർക്ക് ചെയ്യാണ്, ബ്രോനോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ബ്രോ ചെയ്യണത് എന്നുള്ളത്. ഇപ്പോൾ AI അറിയാത്ത, ഒട്ടും അറിയാത്ത ഒരാൾക്ക് അത് ഞാൻ ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്താ ചെയ്യണേന്ന് വെച്ചാൽ എന്തായിരിക്കും, എന്താണ് ബ്രോ ലൈക്ക് AI ഒട്ടും അറിയാത്ത ഒരാൾ ഞാൻ എന്താ ചെയ്യണമെന്ന് എന്തായിരിക്കും പറയാന്ന്. മെയിൻലി മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യാണെന്നുള്ളത്. ചിലവര് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് പറയാറുണ്ട് നീ ഒരു ഫേക്ക് പെണ്ണിനെ വെച്ച്
പക്ഷെ അങ്ങനെയല്ല, I mean, അതൊരു Right. മാർക്കറ്റിംഗിന്റെ പാർട്ടാണ്, അതെ. ഒരു ബിഗർ ഐഡിയയുടെ ഒരു ചെറിയ പാർട്ടാണ്. ഓക്കെ ലൈക്ക് നമ്മൾ ഈ AI ഫേസസ് എടുക്കുകയാണെങ്കിൽ 3 ഫേസാണുള്ളത്. ANI ഫേസ്, ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് സൂപ്പർ ഇൻ്റലിജൻസ്. ഇപ്പോൾ കറൻറ്റ്ലി നമ്മളെല്ലാവരും ഉള്ളത് നാരോ ഇൻ്റലിജൻസിലാണ്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ChatGPT, ക്ലോഡ് എന്തുണ്ടെങ്കിലും അതൊക്കെ ഈ നാരോ ഇൻ്റലിജൻസിൽ പെട്ടതാണ്. ഇത് വരുന്നുള്ളൂ, ജനറൽ ഇൻ്റലിജൻസ് വരുന്നുള്ളൂ. ആൾക്കാർ ട്രൈ ചെയ്യണത് ഫസ്റ്റ് ആരെ ക്രാക്ക് ചെയ്യണം നോക്കാതിരിക്കുകയാണ്. ജനറൽ ഇൻ്റലിജൻസ് ആദ്യം ആരെ ക്രാക്ക് ചെയ്യണ് അവരാണ് ചിലപ്പോൾ ലീഡേഴ്സ് ആവുക, $1 trillion കമ്പനീസ് ഒക്കെ ഉണ്ടാവുക. ആക്ച്വലി ജനറൽ ഇന്റലിജൻസിന്റെ കേസിൽ ഈ AGI എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 2022-2021 ടൈമിലൊക്കെ ടേംസ് വന്നിരുന്നത് ഹ്യൂമൻ ബീങ്സിന് എത്രത്തോളം ഐക്യം ഉണ്ടോ, എത്രത്തോളം തിങ്കിങ് പവർ ഉണ്ടോ, ആ ഒരു ലെവലിൽ തിങ്ക് ചെയ്യുന്നതാണ് AGI. ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മളത് കൈൻഡ് ഓഫ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏത് LLM-ന്റെ അടുത്ത് ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു പുതിയത് റിലീസ് ആവുന്ന മോഡൽസ് ആണെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഹ്യൂമൻ ലെവൽ ഓർ മോർ അത് തിങ്ക് ചെയ്യുന്നത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു നോർമൽ ഹ്യൂമൻ ബീങ് എങ്ങനെയാണോ ഇപ്പോൾ നമ്മുടെ ലൈഫ് ടൈമിൽ ഇപ്പോൾ ഒരു 22 years ആണെന്ന് വിചാരിക്കാം, ആ ഒരു 22 yearsൽ നമ്മൾ അറ്റൈൻ ചെയ്ത കുറച്ച് ഡാറ്റ, നമ്മൾ കണ്ടു വളർന്ന ഡാറ്റ, അതിൽ നിന്ന് ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ തോട്ട്സ് എല്ലാം വരുന്നത്, നമ്മുടെ ടോക്സും വരുന്നത്. അതെല്ലാം ബേസിക്കലി ഒരു AI മോഡൽ ട്രെയിൻ ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ കൈൻഡ് ഓഫ് AGI അച്ചീവ്ഡ് ആണ്. ബട്ട് ഇവിടെ ഇത് വരണമെന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു ഇതിനോട് പറയണം, AGI ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ChatGPT സംസാരിക്കണം, അല്ലെങ്കിൽ എന്തിനോട് സംസാരിക്കണം, ഒരു AI മോഡലിനോട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു ഫീവർ ഉണ്ട്, ഞാൻ AI പറയാണ് എനിക്ക് ഇതൊക്കെയാണ് സിംറ്റംസ്, കോൾഡ് ഉണ്ട്, മറ്റേ ഹെഡ് ഏക്ക് ഉണ്ട്, ഇങ്ങനെ ഓരോ സിംറ്റംസ് ഉണ്ട്, എനിക്ക് എന്തുണ്ടാവാനാണ് സാധ്യത. ANI ഇതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് AGI എനിക്ക് ഫീവർ ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ അവിടെ എത്താനാണ് ഇപ്പോൾ കമ്പനീസ് നോക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ AGI അച്ചീവ് ചെയ്താൽ AGI ആൾക്കാർ അച്ചീവ് ചെയ്യുന്ന ഒരു ടൈം വരും, അത് അച്ചീവ് ചെയ്താൽ എവിടെയാവും ലൈക്ക് AI കണ്ടന്റ് ക്രിയേഷൻ, ഏത് ഭാഗത്തേക്ക് എത്തും, എന്താണ് എക്സ്പ്ലോർ, അന്ന് അവിടെ എത്തിണ്ടാവും, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മെയിൻലി റിയൽ ടൈമിൽ അത്യാവശ്യം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിംഗിൾ പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു ഫുൾ മൂവി ഒന്നും ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു 2.5 hours മൂവി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. മാക്സിമം ലെങ്ത് വരുന്ന ഒരു 15 seconds ആണ്. ബട്ട് ഈ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തുന്ന ടൈമിൽ ഒരു മേ ബി ഒരു 2 to 3 years അതിനുള്ളിൽ തന്നെ എന്തായാലും ഇതുപോലൊരു ഫീച്ചർ വരേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോംസ് ഇതുപോലൊരു ഫീച്ചർ ട്രൈ ചെയ്യേണ്ടത്, ലൈക്ക് ഒരു കൂടുതൽ പ്രീമിയം ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പോലത്തെ ഒരു മൂവി നിങ്ങൾക്ക് വേണ്ട ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട്, വേണ്ട റിയൽ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അതിനുള്ള കോപ്പിറൈറ്റ് അതിനുള്ള ലൈക്ക് പെർമിഷൻ അവർ ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുമായിരിക്കും. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ, ബട്ട് പോളിസീസ് തെറ്റിക്കാതെ, ഇപ്പോൾ ന്യൂഡിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്യാതെ, ലൈക്ക് പ്രോംപ്റ്റ് ടു മൂവി അതൊരു 2.5 hours കോണ്ടന്റ് മനസ്സിലായി. അതൊരു 3 years ഉള്ളിൽ വരേണ്ടതാണ്. 2 to 3 years ഉറപ്പായിട്ടും. AGI സോ AGI പോസിബിൾ ആവാൻ 2 to 3 years എന്നുള്ളൊരു കോൺസെപ്റ്റ് അതാണോ? AGI പോസിബിൾ ആവാനാണോ അതോ ഇങ്ങനത്തെ മൂവീസ് പോസിബിൾ ആവാനാണോ? ഇതുപോലെയുള്ള കോണ്ടന്റ് ക്രിയേഷൻ, ലൈക്ക് കുറച്ച് അഡ്വാൻസ് ലെവലിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു 2 to 3 years മതി. ആക്ച്വലി ഇപ്പോഴും ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ഇപ്പോൾ ഈ പറയുന്ന ലൈക്ക് ഒരു 15 seconds കോണ്ടന്റ് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ബട്ട് അതിന്റെ കോസ്റ്റ് കുറച്ചധികം കൂടുതലാണ്. ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു 10 lakhs അതിന് മേലെ വന്നേക്കാം. ബട്ട് ഈ പോകും തോറും കമ്പ്യൂട്ടർ കുറച്ചുകൂടെ ചീപ്പ് ആവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫീച്ചർ വന്നേക്കാം. AGI അച്ചീവ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നുണ്ടാവും ബ്രോഡർ ഇതിൽ? ഞാൻ പറഞ്ഞ പോലെ ഞാൻ ബിലീവ് ചെയ്യുന്നത് AGI കൈൻഡ് ഓഫ് അച്ചീവ് ആയി എന്നാണ്. ഇപ്പോൾ AGI അച്ചീവ് ആവും എന്ന് ഏടെ തന്നെ കൈൻഡ് ഓഫ് ഒരു ഇപ്പോഴത്തെ മോഡേൺ ഫാദർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് റേ കുർസ്വൈറ്റ്. അപ്പോൾ ആള് പറഞ്ഞത് ഒരു 2030 or 2035 ആണ് ആദ്യം പറഞ്ഞിരുന്നത് അച്ചീവ് ചെയ്യാൻ. ഓർ 2040 ആണെന്ന് തോന്നുന്നു. 2040 ആണ് പറഞ്ഞിരുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആള് സ്പെസിഫൈ ചെയ്തത് ഒരു ChatGPT ലെവലിൽ തിങ്ക് ചെയ്യുന്ന ഒരു മോഡലിനായിരുന്നു ആള് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് നമ്മൾ 2023-2024 അച്ചീവായി. അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് ASI ആണ് ആക്ച്വലി. ASI ഇപ്പോഴും ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റാണ്. ഇപ്പോൾ ASIയുടെ നമ്മൾ കേസ് എടുക്കുമ്പോൾ ലൈക്ക് ഇപ്പോഴും പേപ്പറിലുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ലൈക്ക് AGI ആരാ അച്ചീവ് ചെയ്യണം ആദ്യം, എനിക്ക് തോന്നുന്നത് അവർ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് AGI ആരാ ഫസ്റ്റ് കണ്ടുപിടിക്കണത്, അവർക്ക് എന്നാൽ പെട്ടെന്ന് ASIക്ക് എത്താം.
കാരണം ഇത് അച്ചീവ് ചെയ്ത ആൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കിയിട്ട് ASIക്ക് എത്താന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതെ ഷുവർ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ലൈഫ് 3.0 എന്നുള്ള ബുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു 30-40 പേജസിൽ വരുന്ന സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഇതുപോലെ AGI അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പ്രൊമീതിയസ് എന്നാണ് AI മോഡലിൻ്റെ നെയിം വരുന്നത്. സോ ഈ ഒരു AGI അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മോഡലിനെ ASIക്ക് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ട്രെയിൻ ആയതും സക്സീഡ് ആയതും ആ ഒരു റിസർച്ചേഴ്സ് പോലും അറിയുന്നില്ല. അതിനുള്ളിൽ തന്നെ ഈ ഒരു AI മോഡൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജെയിൽ ബ്രേക്കായി വേൾഡിലെ ഇൻ്റർനെറ്റ് മൊത്തം ആക്സസ് ചെയ്ത് ഇപ്പോൾ ഏജ് ഓഫ് അൾട്രോൺ കണ്ടിരിക്കുമല്ലോ, ഓൾമോസ്റ്റ് ആ ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റോറി പോലെ മേ ബി അത് ആയേക്കാം. കാരണം ASI എന്ന് പറയുന്നത് നമ്മളെക്കാൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മോഡൽസ് ആണല്ലോ. സോ അതുകൊണ്ട് അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ നമ്മൾ തിങ്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അത് തിങ്ക് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ വേസിൽ നമ്മളിപ്പോൾ ഒരു 10 ഓപ്ഷൻസ് തിങ്ക് ചെയ്യുന്ന ടൈമിൽ അത് തിങ്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ലൈക്ക് വളരെ ബില്യൺസ് ഓഫ് ഓപ്ഷൻസ് ആയിരിക്കാം. ലൈക്ക് നെക്സ്റ്റ് എന്താണെന്ന് ബിലീവ് ചെയ്യണേ? ഇപ്പോൾ വി ഗോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിന് നെക്സ്റ്റ് ആയിട്ട് എന്താ വരാൻ പോകുന്നത്? ഇപ്പോൾ AGIയുടെ കാര്യം നമ്മൾ പറഞ്ഞു, AGI നമ്മൾ ഇത്ര ടൈമിൽ ഇതാക്കാറുണ്ട്. നെക്സ്റ്റ് ബിഗ് തിങ് ഇതിലെന്താണ് ഹ്യൂമൻ അച്ചീവ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ബിഗ് തിങ് ആയിട്ട്? അതെന്തെങ്കിലും തോന്നുന്നുണ്ടോ? മെയിൻലി ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് എൻഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് ഫ്രണ്ട് എൻഡ് പെട്ടെന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ജനറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ബാക്ക് എൻഡ് അത്ര അടിപൊളിയല്ല സ്റ്റിൽ. അപ്പോൾ അത് സോൾവ് ചെയ്യുമായിരിക്കും. ദെൻ അതല്ലാതെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ലെങ്ത്തിൽ വീഡിയോ ജനറേഷൻ എല്ലാം പോസിബിൾ ആവും. ദെൻ അതുമല്ലാതെ കുറച്ചുകൂടെ ഫാർ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി എന്തൊക്കെയാണോ നമ്മൾ ഇപ്പോഴത്തെ ലൈഫിൽ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് കാണുന്നത്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വേൾഡിൽ നമുക്ക് സപ്ലൈ കുറവാണെന്ന് തോന്നുന്നത്, അതിൻ്റെ എല്ലാം സപ്ലൈ കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് AI. കാരണം ഇപ്പോൾ ഓൺടർപ്രണേഴ്സ് ആയാലും ബിസിനസ്സേഴ്സ് ആയാലും നോക്കുന്നത് എവിടെയാണോ ഡിമാൻഡ് ഉള്ളത്, എവിടെയാണോ സപ്ലൈ കുറവ്, അവിടെ കൂടുതൽ സപ്ലൈ എത്തിക്കാനാണ്. സോ ആ ഒരു കേസിൽ ഇപ്പോൾ കോണ്ടന്റിൻ്റെ കേസായാലും എന്തെങ്കിലും ഡാറ്റയുടെ കേസിൽ ആണെങ്കിലും ലൈക്ക് ആൾക്കാർക്ക് അതൊരു നീഡ് ഉണ്ട് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് AI സോൾവ് ചെയ്യും ഫ്യൂച്ചറിൽ. ഓൾമോസ്റ്റ് ഓൾ തിങ്സ്. ലൈക്ക് ബ്രോ ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ക്വാണ്ടം കമ്പ്യൂട്ടർ ഇപ്പോൾ IBM ഒക്കെ അച്ചീവ് ചെയ്യാൻ നോക്കണ അതാ. അത് ആര് ഇപ്പോൾ ASI പോലെ തന്നെ AGI പോലെ തന്നെ ആൾക്കാർ ക്രാക്ക് ചെയ്യാൻ നോക്കുന്ന ഒരു സാധനമാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. ക്വാണ്ടം കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇതിന് ഡിഫറൻസ് ആവണത്? എന്തുകൊണ്ട് ആൾക്കാരാണ് അത് അച്ചീവ് ചെയ്യാൻ നോക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? മെയിൻലി അതിൽ കമ്പ്യൂട്ടറിൻ്റെ പവർ കാരണം തന്നെയാണ്. ഇപ്പോൾ ലൈക്ക് ട്രെയിൻ ചെയ്യുന്ന GPUs ആണെങ്കിൽ പോലും അതിനേക്കാളൊക്കെ വളരെ എക്സ്പൊണൻഷ്യൽ പവറിലാണല്ലോ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുന്നത്. സോ അതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാനും പിന്നെ അതല്ലാതെ അവരുടെ പ്രൊഡക്ഷൻ പോലും ഫാസ്റ്റർ ആക്കാനും പോസിബിൾ ആണല്ലോ. പീപ്പിൾ ടോക്ക് അബൌട്ട് ടെലിപോർട്ടിങ്ങിനെ കുറിച്ച് പോസിബിൾ ആണ്. ക്വാണ്ടം കമ്പ്യൂട്ടർ നമ്മൾ നല്ല രീതിയിൽ അച്ചീവ് ചെയ്താൽ ടെലിപോർട്ടിങ് പോസിബിൾ ആണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ എന്താ, ടെലിപോർട്ടിങ് പ്ലേയിൽ നമുക്ക് പോസിബിൾ ആവുമോ? ടെലിപോർട്ടിംഗ് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് വേറൊരു തിങ് പോസിബിൾ ആവാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ AI വളരെ ഡെവലപ്ഡ് ആവുന്ന ടൈമിൽ ഇപ്പോൾ നമ്മൾ ഒരു തിങ് ഡെത്ത് വളരെ സ്ലോവർ ആക്കാൻ, ഇപ്പോൾ യൂഷ്വലി ഒരു 100 years ജീവിക്കുന്ന, ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് യൂഷ്വലി ജീവിക്കുന്ന അറൗണ്ട് ഒരു 80 to 100 years ഒരു മാക്സിമം ഒരു 120 ആ ഒരു ലെവലിലാണല്ലോ. അതിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ ഒരു 150 to 200 എക്സ്പാൻഡ് ചെയ്യാനും പിന്നെ അതല്ലാതെ ഇപ്പോൾ ഒരാൾ നമുക്കിപ്പോൾ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് ഒരു AI മോഡൽ നമുക്ക് ടോക്ക് ചെയ്യാൻ പറ്റുന്നത്, അയാളുടെ സെയിം വോയിസിൽ ടോക്ക് ചെയ്യാവുന്നതും അയാളുടെ സെയിം ഇമോഷനിൽ ലൈക്ക് കൈൻഡ് ഓഫ് ആ ഒരു മാനറിസംസ് എല്ലാം വരുന്ന പോലെ ടോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ, അത് ആക്ച്വലി ഇപ്പോഴും പോസിബിൾ ആണ്. ഇപ്പോൾ പോസിബിൾ ആണ് അത് ചെയ്യാൻ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഹ്യൂമൻ വെർഷനിൽ വന്നേക്കാം, റോബോട്ടിക് ഫോമിൽ വന്നേക്കാം. ഞാൻ വിചാരിക്കുന്നത് ലൈക്ക് ക്വാണ്ടം കമ്പ്യൂട്ടർ കൊണ്ട് ആൾക്കാരെ അച്ചീവ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു, എനിക്ക് ബിലീവ് ചെയ്യണത് ഏറ്റവും കൂടുതൽ ഹെൽത്ത് സെക്ടർ ആവും. ലൈക്ക് ഹെൽത്ത് സെക്ടറിൽ സപ്ലിമെൻറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലൈക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് പോകുന്നത് R&D ഡിപ്പാർട്ട്മെൻറ്റിലാണ്. R&D ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ കോസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ മെത്തഡാണ് യൂസ് ചെയ്യുക. അവർ എപ്പോൾ നോക്കിയാലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യും, അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും, ടെസ്റ്റ് ചെയ്യും, അത് ഫെയിലാവും, പിന്നെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ക്വാണ്ടം കമ്പ്യൂട്ടറുടെ സിറ്റുവേഷൻ ലൈക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടർ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ഒരു മേസ് റൺ ഉണ്ട് വിചാരിക്കുക. നമ്മൾ മേസ് റൺ എല്ലാവരും കളിക്കാറ്, നമ്മുടെ ഓരോ ബുക്കിലും ഓരോ ഇതിലൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ട്. നോർമൽ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ മെത്തഡാണ്. ഒരാളൊരു മേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വിചാരിക്കുക, മേസ് ഓരോ ബ്ലോക്ക് ഉണ്ടാവും, പിന്നെ തിരിച്ചു വരും. നോർമൽ കമ്പ്യൂട്ടർ കേസ് പറയുന്നത് ഒരു മേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു ബ്ലോക്ക് വന്നു, അയാൾ തിരിച്ചു വന്നു, പിന്നെ വീണ്ടും വേറെ വഴി കൂടെ പോവും, തിരിച്ചു വന്നു, അയാൾ ഇതന്നെ ചെയ്യും. അങ്ങനെ 10 വഴി 10 വഴി ഉണ്ടെങ്കിൽ 10 വഴി ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഏതാണോ ശരിയായ വഴി ആയിക്കൂടെ പോവുക. ഇതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോർമൽ കമ്പ്യൂട്ടേഴ്സ് ചെയ്യണത്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അഥവാ അച്ചീവ് ചെയ്താൽ
ഇവർ പറയണത് എങ്ങനെയെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് എക്സ്പ്ലനേഷനാണിത്. ഒരു അഫ്സൽ എന്നുള്ളത് ഒരു 10 അഫ്സലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ 10 വഴിയിലൂടെ പോവും. ഈ 10 വഴിയിലൂടെ പോയിട്ട് ഏറ്റവും ആരാണ് കറക്റ്റായ സ്പോട്ടിലെത്തുന്നത്, എൻഡിലെത്തുന്നത്, അവിടെ എല്ലാ 10 അഫ്സലും ഒരുമിച്ച് പോവും. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കട്ട് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഓക്കെ, അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. കാരണം ഫാസ്റ്റ് ട്രാക്ക്, യെസ്, അവിടെ തന്നെയാവും എനിക്ക് തോന്നുന്നത് ഇത് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് ആൾക്കാർ. ഇപ്പോൾ IBM ഇതിൻ്റെ പിന്നിൽ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാക്സിമം കോസ്റ്റ് കട്ട് ചെയ്യാൻ. ഏറ്റവും ആരത് ഫസ്റ്റ് അച്ചീവ് ചെയ്യണം, അവർ വേൾഡിലത്തെ നമ്പർ 1 ആയിട്ട് നിൽക്കാൻ പോവാണ്. പിന്നെ ഹെൽത്ത് സെക്ടർ ആണെങ്കിലും ഒരിക്കലും ലൈക്ക് ഒബ്സൊലീറ്റ് ആവുന്ന ഒരു ഇൻഡസ്ട്രി അല്ലല്ലോ. അതെ. പിന്നെ ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിലും ഈ 2 ഇൻഡസ്ട്രി ലൈക്ക് ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതെ, എവിടേക്കാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വരുന്നത് അവിടെ അതെല്ലാം റാഡിക്കേറ്റ് ചെയ്യാം. ലൈക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഇനി വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ്. ബട്ട് അത് കുറേ ടൈമുണ്ട്. നമ്മൾ ഏതോ സ്ഥലത്തേക്ക് എത്തി സംസാരിച്ചിട്ട്. ബ്രോ ഇപ്പോൾ ഈ ഫീൽഡിനിട്ട് കുറേ ആയില്ല, അപ്പോൾ ഇതിൽ എന്തൊക്കെ റെക്കഗ്നേഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? നമുക്ക് മെയിൻലി കോണ്ടന്റ് ക്രിയേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 years ആണ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്തൊരു മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു, ലൈക്ക് ബെസ്റ്റ് AI ക്രിയേറ്റർ, ബെസ്റ്റ് AI ഇൻഫ്ലുവൻസർ ഇൻ കേരള എന്ന് പറഞ്ഞിട്ട്. സോ അത് കിട്ടിയിരുന്നു. then അതല്ലാതെ കുറച്ചധികം ഇൻ്റർവ്യൂസും, പിന്നെ ഇപ്പോൾ ഞങ്ങളൊരു പ്രാവശ്യം MG ശ്രീകുമാർ സാറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് വൈറലായപ്പോൾ പിറ്റേ ദിവസം തന്നെ ടോപ്പ് സിംഗറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആ ഒരു പാർട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായിരുന്നു. MG ശ്രീകുമാറും മറ്റേ കോൺടാക്ട് ചെയ്തു. സോ അങ്ങനെ കുറച്ച് റെക്കഗ്നേഷൻസ് ആണ് കറന്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ മെയിൻലി ഫസ്റ്റ് AI ഇൻഫ്ലുവൻസർ ഇൻ കേരള എന്ന് പറയുമ്പോൾ അത് അശ്വതി അച്ചു ആണ് ആൾക്കാർ ഓർക്കുന്നത് തന്നെയാണ്. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തുകയാണ്. നാളെ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് AI കണ്ടന്റ് ക്രിയേഷനൊക്കെ ഇറങ്ങണം, അവർക്ക് ഈ ബിസിനസ് ചെയ്യണം. അവർക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കാനുള്ളത്, എങ്ങനെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം, സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെ അവർക്ക് തുടങ്ങാം, അവരോട് എന്താ പറയാനുള്ളത്? അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻലി കോണ്ടന്റ് ഇട്ട് തുടങ്ങാം ഇൻസ്റ്റഗ്രാമിൽ. സോ ഏതെങ്കിലും കോണ്ടന്റ് കയറി വൈറലാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ലൈക്ക് ഓഫ് കോഴ്സ് ഏതെങ്കിലും കോണ്ടന്റ് കയറി വൈറലാവേണ്ടതാണ്. അത് ത്രൂ എൻക്വയറീസ് വരും. ദെൻ ആ വരുന്ന എൻക്വയറീസ് ഡീൽ ചെയ്യുക, അവർക്ക് വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യുക. സോ അതാണ് ഒരു ബെസ്റ്റ് വേ ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ ആക്ച്വലി. ലൈക്ക് ഒരു 0 ക്യാപിറ്റൽ വെച്ചിട്ട് ഒരാൾ വരികയാണെങ്കിൽ ആൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? 0 ക്യാപിറ്റൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട്. കാരണം ലൈക്ക് AI ടൂൾസ് എല്ലാതും അത്യാവശ്യം പെയ്ഡാണ്. ഫ്രീ ടൂൾസ് വെച്ചിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഫ്രീ ടൂൾസ് വെച്ച് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇമേജ് ജനറേഷൻ ആണെങ്കിൽ പോലും നാനോ ബനാന പ്രോ ഫ്രീ ടൂൾസിൽ ലൈക്ക് അവൈലബിൾ അല്ല, ഫ്രീ പ്ലാറ്റ്ഫോംസിലൊന്നും അവൈലബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവിടെ ഒരു കോസ്റ്റ് എടുക്കുന്നുണ്ട്. അത് കവർ ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്ന് പേ ചെയ്യണമല്ലോ. മനസ്സിലായി. അവർക്ക് മോഡൽ റൺ ചെയ്യാനുള്ള കോസ്റ്റ് കവർ ചെയ്യാനായിട്ട്. സോ പിന്നെ അതല്ലാതെ വീഡിയോ ജനറേഷൻ മോഡൽസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കമ്പയർഡ് ടു ഇമേജ് ജനറേഷൻ. ഇപ്പോൾ ക്ലിങ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സീഡൻസ് ആണെങ്കിൽ പോലും അറൗണ്ട് ഒരു 450 rupees ആണല്ലോ വരുന്നത്. സോ അറൗണ്ട് ഒരു 10K എങ്കിലും വേണം. അതില്ലാതെ ലൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഒരു ടീം വേണോ, അതോ ലൈക്ക് ഒറ്റക്കായിട്ട് ഒരാൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റുമോ, അതൊരു ടീമിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണ ആ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതാനും അത്യാവശ്യം നല്ല കോൺസെപ്റ്റ് ചെയ്യാനും, പിന്നെ അതല്ലാതെ അത്യാവശ്യം നല്ല വിഷ്വൽസ് കണ്ടാൽ അത് തിരിച്ചറിയാനും അതിനെ സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, പിന്നെ അത്യാവശ്യം നന്നായി എഡിറ്റ് ചെയ്യാനും പറ്റും എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ട് ഒരാൾക്ക് തന്നെ വരാനായിട്ട്. അപ്പോൾ ഒരു 2 to 3% ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പോൾ നമ്മളൊരു ഐഡിയ കാണുമ്പോൾ വിചാരിക്കും വാവ് നല്ല ഐഡിയ, അടിപൊളി, ഇത് കയറി വയറിലാവും. പക്ഷെ അത് അപ്പുറത്തെ ഒരാൾ കേൾക്കുമ്പോഴായിരിക്കും ഇതത്ര കാര്യമില്ല എന്ന് മനസ്സിലാവുന്നത്. മനസ്സിലായി. അങ്ങനെ. സോ അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ്. അപ്പോൾ താങ്ക് യു കാശ്നാഥ്. നമുക്കെന്നാ വൈൻഡ് ചെയ്യാൻ ടൈമായില്ലേ? ലൈക്ക് അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി ബ്രോക്ക് പോവാം. പക്ഷേ ബ്രോ പോകുമ്പോൾ മറ്റാളൊന്ന് മറ്റേ അശ്വതി അച്ചു അല്ല, അത് ലൈക്ക് ഞങ്ങൾ അവരുടെ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അല്ലേ വേണ്ട. ഓക്കെ, നമ്പർ ഉണ്ടോ? നമ്പർ ഉണ്ട്, തരാം, പറഞ്ഞോളൂ. സോ ഓക്കെ.